എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഖാദി ബോർഡ് LDCയുടെ 5ാം ഘട്ട പരീക്ഷയുടെ മാത്സിൻ്റെയും മെൻ്റൽ എബിലിറ്റിയുടെയും ചോദ്യങ്ങളുടെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നല്ല നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. കുറേ അധികം ആളുകളെ അത്യാവശ്യം കുഴപ്പിച്ച കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഇത് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, നിർത്തും. ഞാൻ ആദ്യമേ പറയട്ടെ, കുറച്ച് ചോദ്യങ്ങൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനായിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ 2ഓ 3ഓ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ചില ആളുകൾക്ക് അത് പെട്ടെന്ന് കത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് വളരെ ചെറിയ ചിലത് 2ഓ 3ഓ പ്രാവശ്യം പറഞ്ഞു പോയിട്ടുണ്ട്. വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ മുമ്പോട്ട് പോകാനും പുറകോട്ട് പോയി നോക്കാനും ഒക്കെ ഉള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആദ്യം മുതൽ 20 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായും നോട്ടാക്കണം എന്ന് തന്നെ പറയുന്നു. മുമ്പോട്ടുള്ള പരീക്ഷകൾക്ക് തീർച്ചയായും ഇതൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെ കരുതുന്നു. കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, ട്രിക്ടേണിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാമിൽ മുകളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ മതി. TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും. ഇനി അതല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇനിയും വരുന്ന പരീക്ഷകൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആ ടെലിഗ്രാം ചാനലിലൂടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോ. ചോദ്യം ഇങ്ങനെയാണ്: 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഒരെണ്ണം മീറ്ററിലും ഒരെണ്ണം സെൻറ്റിമീറ്ററിലുമാണ്. ഒന്നുകിൽ ചോദ്യം കംപ്ലീറ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കണം, അല്ലെ ചോദ്യം കംപ്ലീറ്റ് മീറ്ററിലായിരിക്കണം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ചെറിയ യൂണിറ്റിലിട്ട് ചെയ്യുന്നതാണ് പോയിന്റ് വരാതിരിക്കാൻ നല്ലത്. അപ്പം ഇവിടെ മീറ്ററും സെൻറ്റിമീറ്ററുമാണ്. നമ്മൾ അവരെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയാണ്. 5 മീറ്റർ എന്ന് പറയുന്നത് മക്കളെ 500 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ. 500 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ എന്നതാണ് ചോദ്യം. 500ൻ്റെ എത്രയാണ് 75? ഒന്നുമില്ല, 75 മുകളിൽ എഴുതുന്നു. ടോട്ടൽ കാണേണ്ടത് 500 താഴെ എഴുതുന്നു. ടോട്ടൽ എപ്പോഴും താഴെ എഴുതുന്നു. അല്ലെങ്കിൽ ഏതുമായി ബേസ് ചെയ്താണോ ശതമാനം എടുക്കേണ്ടത് അത് താഴെ എഴുതുന്നു. ശതമാനത്തിലാക്കാൻ × 100 കൊടുക്കുന്നു. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യത്തോടെ പോകുന്നു. 2 പൂജ്യം താഴെ നിന്നും മേളിൽ നിന്നും. 75നെ മക്കളെ 5 കൊണ്ട് ഭാഗിച്ച് നമ്മുടെ ഉത്തരം 15%. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ പറയുന്നു, 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? അപ്പോൾ ഇവിടെ ഒരെണ്ണം മീറ്ററും ഒരെണ്ണം സെൻറ്റിമീറ്ററുമാണ്. ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. 2ഉം സെൻറ്റിമീറ്റർ ആക്കുന്നു. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ. 500 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? 2ഉം സെൻറ്റിമീറ്ററായി മാറി. ശതമാനം കാണാൻ 75 എത്രന്നാ ചോദിച്ചേ? 75 മുകളിൽ എഴുതുന്നു. 500 സെൻറ്റിമീറ്ററിൻ്റെ 500നെ ബേസ് ചെയ്താ, അതുകൊണ്ട് 500 താഴെ എഴുതുന്നു. × 100. നമ്മൾ എപ്പോഴും മാർക്കൊക്കെ ശതമാനത്തിൽ എങ്ങനെ ആക്കുന്നേ?
500-ൽ 75 മാർക്ക് കിട്ടി, ശതമാനം 75/500 × 100. അതുപോലെ 500-ന്റെ എത്ര ശതമാനമാണ് 75? 75 മോളിൽ 500-മായി റിലേറ്റ് ചെയ്തുകൊണ്ട് 500 താഴെ ശതമാനത്തിലാക്കാൻ × 100 ചെയ്തു വരുമ്പോൾ നമ്മുടെ ഉത്തരം 15%. ഇനി അതല്ല, ക്രോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ 500-ന് നേരെ 100% എന്ന് എഴുതി 75-ന് നേരെ എത്ര ശതമാനം എന്നറിയാത്തതുകൊണ്ട് അത് ക്രോസ് ചെയ്താലും ഈ പറയുന്ന 15% നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം ഇതാ. 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേര് കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38. എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സെത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ മക്കളെ 10 പേരുണ്ട്. ആ 10 പേരുടെ ശരാശരി വയസ്സെന്ന് പറഞ്ഞാൽ 36. 10 പേര് ശരാശരി 36. ഇനി ഒരേ പ്രായമുള്ള 2 പേർക്കും ഒരേ പ്രായമാണ്. 2 പേരും കൂടെ ഇവരുടെ ഇടയിലേക്ക് വന്നു. അപ്പോൾ 12 പേരായി. ശരാശരി 38 മാറി. എങ്കിൽ പുതുതായി വന്ന 2 പേരുടെ പ്രായം എത്രയാണ് എന്നതാണ് ചോദ്യം. സിമ്പിൾ സാധനമാണ്. 2 രീതിയിൽ ചെയ്യാം. 10 പേരുടെ ശരാശരി വയസ്സ് 36 ആദ്യം. അപ്പൊ 10 പേരുടെ ആകെ വയസ്സ് എത്രന്ന് ചോദിച്ചാൽ 10 × 36 360. അതായത് 10 പേരുടെ വയസ്സിന്റെ തുക നമുക്ക് കിട്ടും 360. അതെങ്ങനെ വന്നു? തുക കാണാൻ എണ്ണം × ശരാശരി. എണ്ണം 10, ശരാശരി 36. ആ 10 പേരുടെ വയസ്സിന്റെ തുക 360. മക്കളെ 2 പേര് കൂടി വരുമ്പോ 12 പേരാവും, ശരാശരി 38 ആവും. അപ്പോൾ ആ 12 പേരുടെ വയസ്സിന്റെ തുക എത്രന്ന് ചോദിച്ചാൽ 12 × 38. കാര്യം തുക എന്ന് പറയുന്നത് എണ്ണം ശരാശരിയും ഗുണിക്കണം. എണ്ണം 12, ശരാശരി 38. അപ്പോ 10 × 38 380. 2 × 38 എന്ന് പറഞ്ഞാൽ 76. അങ്ങനെ നമുക്ക് 456 എന്ന് കിട്ടും. അപ്പൊ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, 10 പേര് മാത്രമുള്ളപ്പോൾ അവരുടെ തുക 360. പുതുതായി 2 പേരൂടെ വന്നപ്പോൾ അവരുടെ തുക 456. 10 പേരുള്ളപ്പോൾ 360. 12 പേരായപ്പോൾ 456. അപ്പൊ പുതുതായി വന്ന 2 പേരുടെ തുക എത്രന്ന് ചോദിച്ചാൽ 456-ൽ നിന്ന് 360 കുറയ്ക്കണം. 456-ൽ നിന്ന് 360 കുറയ്ക്കുമ്പോൾ നമുക്ക് 96 എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? 10 പേരുടെ തുക 360, 12 പേരുടെ തുക 456. അപ്പൊ പുതുതായി വന്ന 2 പേരുടെ തുക എത്രന്ന് ചോദിച്ചാൽ 456-ൽ നിന്ന് 360 പോയിട്ട് 96. അപ്പൊ മക്കളെ പുതുതായി വന്ന 2 പേരുടെ വയസ്സ് മുഴുവൻ 96. പുതുതായി വന്ന 2 പേരുടെ വയസ്സുകൾ 96. 2 പേരുടെയും കൂടെ വയസ്സാണ് 96. നമുക്കറിയാം 2 പേർക്കും ഒരേ പ്രായമാണ്. ഒരേ പ്രായമുള്ള 2 പേർക്ക് കൂടി 96 ആകെ വയസ്സുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും വയസ്സ് എത്രന്ന് ചോദിച്ചാൽ 96/2 നമുക്ക് പറയാം 48. ഒരേ പൊളി. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. സാധാരണ ചോദിക്കുന്നതിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ 10 പേര് ശരാശരി 36. അപ്പോൾ അവരുടെ വയസ്സിന്റെ തുക 360. 2 പേരൂടെ വരുമ്പോൾ 12 പേര് ശരാശരി 38. അപ്പോൾ അവരുടെ വയസ്സിന്റെ തുക 456. 10 പേരുള്ളപ്പം 360 ഉള്ളൂ. 12 പേരുള്ളപ്പം 456 ഉണ്ട്. 10 പേരുടെ കയ്യിൽ 360 പൊറോട്ട,
12 പേരുടെ കയ്യിൽ 456 പൊറോട്ട. അപ്പൊ ആ 2 പേരുടെ കയ്യിൽ, പുതുതായി വന്ന 2 പേരുടെ കയ്യിൽ 456 360 പോയിട്ട് 96 എണ്ണം ഉണ്ട്. 2 പേർക്കും കൂടി ആകെ വയസ്സ് 96. 2 പേർക്കും കൂടി ഇവിടെ 96 വയസ്സ്. 2 പേരുടെയും വയസ്സ് തുല്യമാണ്, ഒരേ വയസ്സാണ്. അപ്പൊ ഓരോരുത്തർക്കും എത്രയാന്ന് ചോദിച്ചാൽ 96/2. നമ്മുടെ ഉത്തരം 48. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ആവറേജിന്റെ പാർട്ട് 5 ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പുതുതായിട്ട് ഒരാൾ വരുന്നു, ഒരാൾ പോകുന്നു, ഒരാൾ പോയിട്ട് ആ ഭാഗത്ത് വേറൊരാൾ വരുന്നു, കുറേ പേര് വരുന്നു. ഇങ്ങനെ 4 മോഡലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു ഇത് നമ്മൾ ചെയ്തതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ആ ക്ലാസ് കാണാത്തവർക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടും. 10 പേരുടെ ശരാശരി മക്കളെ 36. 2 പേരൂടെ വരുമ്പോ 12 പേരാവും, ശരാശരി 38 ആവും. എണ്ണം ശരാശരി. 10 12 ആവാൻ 2 കൂടണം, അപ്പൊ നമ്മൾ +2 എന്ന് എഴുതി. 36 38 ആവാൻ 2 കൂടി, നമ്മൾ +2 എന്ന് എഴുതി. 10 12 2 കൂടി +2, 36 38 2 കൂടി +2. ഈ 2ഉം 38 ഗുണിക്കും. 38ഉം 2ഉം 76. ഈ 2ഉം 10 ഗുണിക്കും. 10ഉം 2ഉം 20. ഇടയിൽ +20, അതുകൊണ്ടാ പ്ലസ്. കാര്യം +2ഉം 10ഉം +20. അങ്ങനെ നമുക്ക് മനസ്സിലാവും 96. പുതുതായി വന്ന 2 പേരുടെ ആകെ വയസ്സ് 96. ഓരോരുത്തർക്കും തുല്യമായ വയസ്സാണ്. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാന്ന് ചോദിച്ചാൽ 96/2. നമുക്ക് പറയാം 48. ഈ മെത്തേഡിലും ഈ സാധനം ചെയ്യാം. പുതുതായി വന്ന 2 പേർക്ക് 96, ഓരോരുത്തരുടെയും വയസ്സ് തുല്യമാ. 96/2 48. ഈ മെത്തേഡ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നും. ആവറേജ് ശരാശരി പാർട്ട് 5 കിടപ്പുണ്ട്, പഠിച്ച ഈ സാധനം സിമ്പിളാണ്. അടുത്ത ചോദ്യം ഇതാ. 32 -1/5 -27 -2/3 എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ, നമ്മൾ ആദ്യം എക്സ്പോണൻഷ്യൽ നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണിത്. ഈ ചോദ്യം എടുക്കണം. 32 -1/5. മക്കളെ, ഇങ്ങനെ ഫ്രാക്ഷൻ പവറായിട്ട് വരുവാണെങ്കിൽ, അതായത് ഭിന്നസംഖ്യ പവറായിട്ട് വരുവാണെങ്കിൽ, ആ ഭിന്നത്തിന്റെ അടിയിൽ ഡിനോമിനേറ്റർ ഏതാന്ന് നോക്കണം. ഡിനോമിനേറ്റർ 5. അപ്പോൾ അകത്ത് കിടക്കുന്ന ആളെ നമ്മൾ ഒരു raised-5 ആക്കി മാറ്റാനായിട്ട് നോക്കണം. ഡിനോമിനേറ്റർ 2 അകത്ത് കിടക്കുന്ന ആളെ raised-2 ആക്കണം. ഡിനോമിനേറ്റർ 3 അകത്ത് കിടക്കുന്ന ആളെ raised-3 ആക്കണം. ഇവിടെ നോക്ക്, 32 -1/5 ഛേദം 5. അകത്ത് കിടക്കുന്ന ആളെ ഒരു raised-5 ആക്കണം. ചെറിയ 32നെ raised-5 ആക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തോളൂ, അത് 2ന്റെ പവർ ആയിരിക്കും. അല്ലാതെ വലിയ വലിയ സംഖ്യകളുടെ പവർ ഒന്നും ഒരിക്കലും raised-5 32 വരത്തില്ല. ചുമ്മാ കയ്യിൽ നോക്ക്. 2 2 × 2 4 × 2 8 × 2 16 × 2 32. 2 raised-5 ആണ് 32. The whole raised to -1/5. മക്കളെ, ഇതും കൂടെ ഒരു പവറിന് പവറായി വരുവാണ്. ഇതൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം എന്നാണ് റൂള്. ഈ 5ഉം ഈ 5ഉം കൂടെ ക്യാൻസലായി. ബാക്കി 2 raised to -1 എന്നുണ്ട്. മക്കളെ, 2 raised to -1നെ 1/2 raised to 1 എന്ന് നമുക്ക് എഴുതാം. പവറിൽ നെഗറ്റീവ് ഉണ്ട്, അത് താഴെ വരുമ്പോ പോസിറ്റീവ് ആവും. താഴത്തെ നെഗറ്റീവ് ആണ്, മേളി വരുമ്പോ പോസിറ്റീവ് ആവും. 2 raised to -1ന്റെ -1 മാറ്റാൻ 1/2 raised to 1 എന്ന് പറഞ്ഞാൽ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 1/2 എന്ന് ആദ്യത്തെ പാർട്ട് നമുക്ക് കിട്ടും.
ആദ്യത്തെ പാർട്ട് 1/2 ആയി. ഒന്നും കൂടെ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 32 the whole raised to minus 1/5. അടിയിൽ ഒരു 5 കിടക്കുന്നത് കൊണ്ട് അകത്ത് കിടക്കുന്നവനെ ഒരു റൈസ് ടു 5 ആക്കണം. എന്തിനാന്ന് മനസ്സിലായി കാണും, വെട്ടാൻ എളുപ്പമാ. 32നെ നമുക്ക് 2 റൈസ് ടു 5 എന്ന് എഴുതാം. 2 റൈസ് ടു 5 the whole raised to minus 1/5. ഇങ്ങനെ പവറിന് പവറായി വന്നാൽ ഇത് രണ്ടൂടെ ഗുണിക്കണം. 5ഉം -1/5 കൂടെ ഗുണിക്കുമ്പോൾ 5ഉം 5ഉം ക്യാൻസലായി 2 റൈസ് ടു -1. ഈ പവറിലെ നെഗറ്റീവ് മാറ്റാൻ താഴെ എഴുതി 1/2 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ. ആദ്യത്തവൻ സെറ്റായി. ഇനി കുഞ്ഞുങ്ങളെ രണ്ടാമത്തവനെ എടുത്തു. രണ്ടാമത്തവൻ എന്തുവാ? ഇത് ഒരുമിച്ച് ഒരു സ്റ്റെപ്പിൽ എഴുതാം, പിന്നെ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്ന 27 റൈസ് ടു -2/3. പിള്ളാരെ അടിയിൽ ഒരു 3 ഉണ്ട്. അപ്പോൾ അകത്ത് കിടക്കുന്നവനെ ഒരു റൈസ് ടു 3 ആക്കണം. 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. അടിയിൽ 3 വന്നു, അപ്പൊ ഇവനെ ഒരു റൈസ് ടു 3. 3ന്റെ ക്യൂബാണ് 27. നമുക്ക് എല്ലാവർക്കും അറിയാം -2/3. ഇങ്ങനെ പവറിന് പവറായി വന്നാൽ ഇത് രണ്ടും കൂടെ ഗുണിക്കണം. ഈ 3ഉം ഈ 3ഉം ക്യാൻസൽ. 3 റൈസ് ടു -2. പവറിലെ നെഗറ്റീവ് മാറ്റാൻ താഴെ 1/3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/3ന്റെ സ്ക്വയർ 9. അപ്പൊ ആ ഒരു പോർഷൻ നമുക്ക് കിട്ടും 1/9. ഒന്നും കൂടെ 27 the whole raised to -2/3. പരീക്ഷ ഹാളിൽ ഇരുന്ന് നമ്മൾ നോക്കും, എടാ അടിയിൽ ഒരു 3, അകത്തുള്ളവനെ ക്യൂബ്. 3ന്റെ ക്യൂബ് the whole raised to -2/3. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3ഉം ഈ 3ഉം ക്യാൻസലായി. ബാക്കി 3 റൈസ് ടു -2. പവറിലെ നെഗറ്റീവ് മാറ്റാൻ താഴെ 1/3ന്റെ സ്ക്വയർ. 1/3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 1/9 എന്ന് കിട്ടും. ഇത്രയും നിങ്ങൾ ഒപ്പിച്ചെങ്കിൽ ബാക്കി എളുപ്പമാ. അപ്പൊ ഇനി ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. 32 റൈസ് ടു -1/5. അതിനു പകരം നമ്മൾ എഴുതി 1/2. ഇടയ്ക്കത്തെ മൈനസ് ഇട്ടോ. 27 റൈസ് ടു -2/3. അതിനു പകരം നമ്മൾ എഴുതി 1/9. ഈ 32 റൈസ് ടു -1/5 അതിന് നമ്മൾ എഴുതി 1/2. -27 റൈസ് ടു -2/3 നമ്മൾ എഴുതി 1/9. ഇത് രണ്ടോടെ ക്രോസ് ചെയ്തു. ഒന്നുകിൽ എൽസി എടുത്ത് ചെയ്യാം, അല്ല ഇത് ക്രോസിങ്. 9 1 9, ഇടയ്ക്കത്തെ മൈനസ്. 1ഉം 2ഉം 3 എഴുതിയ കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു, നിങ്ങൾ എഴുതരുത്. 1ഉം 2ഉം കൂടെ ഗുണിച്ച 2 ബൈ 9ഉം 2ഉം 18. 9ൽ നിന്ന് 2 പോയ 7. 7/18 നമ്മുടെ ഉത്തരം. 1 9 9 മൈനസ് ഇട്ടോ. 1ഉം 2ഉം 2 ബൈ 9ഉം 2ഉം 18. 7/18 ഒരേ പൊളി. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാക്കത്തക്ക വിധത്തിൽ 124 രൂപ എയ്ക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഈ ചോദ്യം ഡയറക്റ്റായിട്ട് ചെയ്യാൻ നിന്ന് അത്യാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത്യാവശ്യം വായിച്ച് മെനക്കെട്ടെടുക്കാൻ തന്നെ ഇച്ചിരി പാടാണ്. പിന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കൺഫ്യൂസിങ് ആണ് ഈ ചോദ്യം നല്ല രീതിയിൽ. ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ചോദ്യവും മനസ്സിലാക്കി തരാം. മക്കളെ, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് കേട്ടോണം. എക്ക് കിട്ടുന്ന തുകയുടെ
4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാണ്. അപ്പൊ എക്ക് എത്ര എലക്സി എക്ക് 10 ആണ്, അതിന് 4 മടങ്ങ് 40, അല്ലെ എത്ര ആയിക്കോട്ടെ, എക്ക് എത്ര രൂപ കിട്ടുന്നു അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് ബിക്ക് കിട്ടിയ തുകയുടെ 5 മടങ്ങിനേക്കാളും 10 കൂടുതലാണ്. ഒന്നാലോചിച്ച് നോക്ക്, ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാളും 10 കൂടുതലാണ്. ബിക്ക് 5 മടങ്ങ് എടുത്താലും അത് കിട്ടത്തില്ല, പിന്നെയും 10 കൂടിയാലേ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ, എക്ക് കിട്ടിയ തുകയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് ബിക്ക് കിട്ടിയ തുകയുടെ 5 മടങ്ങ് എടുത്തിട്ടാലും പിന്നെയും 10 കൂടുതൽ വേണം, എന്നാലേ ആ 4 മടങ്ങാവുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ, എക്ക് കിട്ടിയ തുകയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് ബിക്ക് കിട്ടിയ തുക എത്രയാണോ അതിൻ്റെ 5 മടങ്ങിനേക്കാളും 10 കൂടെ കൂടുതലാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇനി ഇങ്ങനെയായി ഒരു അറേഞ്ച് ചെയ്ത് 124 രൂപ എക്കും ബിക്കും വീതിച്ചു. ഈ ഒരു രീതിയിൽ ഇവർ വീതിച്ചു എത്ര? 124 രൂപ വീതിച്ചു. എക്ക് എത്ര രൂപ കിട്ടി എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ, ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് 4A എന്ന് പറയുന്നത് എക്ക് കിട്ടുന്ന തുക എ ആണെന്നിരിക്കട്ടെ, ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങ് 5Bയേക്കാളും 10 കൂടുതലാണ്. അപ്പം 4A ഈക്വൽ ടു 5B പ്ലസ് 10 എന്നൊക്കെ എഴുതും. ഒന്നുകൂടെ, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് 4A, ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങ് അതിനേക്കാളും 10 കൂടുതലാണ്. എന്നിട്ട് ഇവിടോട്ട് കൊണ്ടുവരും 4A മൈനസ് 5B ഈക്വൽ ടു 10 എന്നൊക്കെ ആവും. പക്ഷെ ഇത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് ഒരേപോലെ നമ്പറിലേക്ക് മാറ്റണം. കാര്യം ഒന്ന് എയും ഒന്ന് ബിയും ആ. നമ്മൾ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സാധനം ഓപ്ഷനിൽ നിന്ന് അങ്ങ് ചെയ്യാൻ പോവാം. നോക്കിക്കോണം, ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അറിയാം ഇവിടെ പറ. ഇവർ വീതിച്ച തുക 124 ഉറപ്പിച്ചു. ഇനി എക്ക് എത്ര കിട്ടുന്നോ അതിൻ്റെ 4 മടങ്ങെടുക്കുമ്പോഴും ബിക്ക് എത്ര കിട്ടിയോ അതിൻ്റെ 5 മടങ്ങിൻ്റെ കൂടെ 10 കൂട്ടുമ്പോഴും ഒന്ന് തന്നെ വരണം. ഒന്നുകൂടെ, ഇവര് വീതിച്ച തുക 124. എയുടെ തുകയുടെ 4 മടങ്ങെടുത്താലും ബിയുടെ തുകയുടെ 5 മടങ്ങിൻ്റെ കൂടെ 10 കൂട്ടിയാലും സെയിം ആയിട്ട് വരണം. നമുക്ക് നോക്കാം ഓപ്ഷനിൽ നിന്ന്. ഇവര് വീതിച്ച തുക 124. എക്ക് എത്ര രൂപ കിട്ടുന്നു എന്നതാണ് ചോദ്യം. ഞാൻ ഓപ്ഷൻ എ എടുക്കാൻ പോവാം. എക്ക് 70 രൂപ കിട്ടുന്നു എന്നിരിക്കട്ടെ. എക്ക് എത്ര? 70. അപ്പൊ സ്വാഭാവികമായും ബിക്ക് എത്ര കിട്ടും? 124 രൂപയാ മൊത്തം അവർ വീതിച്ചത്. എക്ക് 70 കിട്ടിയ ബിക്ക് സ്വാഭാവികമായും 54. കാര്യം 124 70 പോയിട്ട്. ഇനി ആദ്യത്തെ കണ്ടീഷൻ ഒന്ന് നോക്ക്. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് 70. എക്ക് കിട്ടുന്ന തുക അതിൻ്റെ 4 മടങ്ങെന്ന് പറഞ്ഞാൽ 4 ഗുണം 70 280. ഇനി ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതൽ, അത് 280 വരുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ബിക്ക് കിട്ടുന്ന തുക 54. അതിൻ്റെ 5 മടങ്ങെന്ന് പറഞ്ഞാൽ 5 ഗുണം 54. അതിൻ്റെ കൂടെ 10 കൂടെ കൂടുതലാ. 5 ഗുണം 54 എന്ന് പറയുന്നത് 270. 10 കൂടെ കൂട്ടുമ്പോൾ 280 വരും. അപ്പോ ഇവര് പറഞ്ഞ കണ്ടീഷൻ കറക്റ്റായി. മക്കളെ, എക്ക് 70 രൂപ, ബിക്ക് 54 രൂപ. എക്ക് കിട്ടിയ തുകയുടെ 4 മടങ്ങ് 280. ബിക്ക് കിട്ടിയ തുകയുടെ 5 മടങ്ങിൻ്റെ കൂടെ 10 കൂടെ കൂടുതൽ. ബിക്ക് കിട്ടിയ തുകയുടെ 5 മടങ്ങ് 270, 10 കൂടെ കൂടുതൽ 280. രണ്ടും സെയിമായി. സോ എയുടെ പൈസ ഓപ്ഷൻ എ 70. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഇതെപ്പോഴും ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാണ് ഈസി ആയിട്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി ഓപ്ഷനിൽ നിന്ന് വരുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. നമുക്കെല്ലാവർക്കും അറിയാം
അവർ വീതിച്ച തുക മക്കളെ 120. നമ്മളോട് ചോദിക്കുന്നത് എക്ക് കിട്ടുന്നത് എത്ര? ഞാൻ ഓപ്ഷൻ എ സെറ്റ് ചെയ്തു. എക്ക് കിട്ടുന്നത് 70. അപ്പൊ സ്വാഭാവികമായും 124 രൂപയാണ് അവർ വീതിച്ചത്. അപ്പൊ സ്വാഭാവികമായും എക്ക് 70 രൂപ കിട്ടിയ ബിക്ക് 124 70 പോയിട്ട് ബാക്കി 54 രൂപ ബിയുടേതാണ്. ഇനി ആദ്യത്തെ കണ്ടീഷൻ നോക്ക്. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ്. എയുടെ തുക 70 ആണ്. അതിൻ്റെ 4 മടങ്ങ് 4 ഗുണം 70 280. ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതൽ. ബിക്ക് കിട്ടുന്ന തുക 54. അതിൻ്റെ 5 മടങ്ങെന്ന് പറഞ്ഞാൽ 5 ഗുണം 54. അതിൻ്റെ കൂടെ 10 കൂടെ കൂടുതൽ. 5ഉം 54ഉം 270. 10 കൂടെ കൂട്ടി നമുക്ക് പറയാം 280. അപ്പൊ എക്ക് 70 രൂപയാണ്, ബിക്ക് 54 രൂപയാണ്. അതിൻ്റെ 4 മടങ്ങ് 280 ആണ്. ഇവന്റെ 5 മടങ്ങിന്റെ കൂടെ 10 കൂട്ടിയാലും 280 കിട്ടുക. സോ എയുടെ പൈസ ഓപ്ഷൻ എ 70. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം ഇതാ. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തുന്നു. 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് പലരെയും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക എല്ലാവരും. മക്കളെ, ഇത് വരച്ച് ചെയ്യാം. അയാൾ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണ് എന്നിരിക്കട്ടെ. ഓക്കെ. അയാൾ ആദ്യം കിഴക്കോട്ട് 20 മീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം. മേളിലോട്ട് വടക്ക്, താഴോട്ട് തെക്ക്, വലത്തോട്ട് കിഴക്ക്, ഇടത്തോട്ട് പടിഞ്ഞാറ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണെന്നിരിക്കട്ടെ. അയാൾ കിഴക്കോട്ട് 20 മീറ്റർ. കിഴക്കോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, വലത്തോട്ട് 20. കുഴപ്പമില്ലല്ലോ. ഇനി 20 മീറ്റർ തെക്കോട്ട് സഞ്ചരിക്കുന്നു. തെക്കോട്ടെന്ന് പറയുമ്പോൾ താഴോട്ട് 20 മീറ്റർ താഴോട്ട് തെക്കോട്ട്, തെക്കൻ ജില്ല കണ്ടോ, താഴോട്ട്. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട്. 35 മീറ്റർ പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇടത്തോട്ട് 35. ഒരു ഐഡിയ വെച്ച് വരയ്ക്കണം. ഇവിടെ വരെ ആയപ്പോൾ തന്നെ 20 കാര്യം ഇത്രയും 20, ഇത് 20 ഇവിടെ വരെ. എന്നിട്ട് 35 വരണമെങ്കിൽ ഒരു 15 മീറ്ററൂടെ ഇയാൾ ഇങ്ങോട്ട് വരണം, എന്നാലേ 35 ആവൂ. ഇവിടെ വരെ ആയപ്പോൾ 20, പിന്നെ ഒരു 15, 35. ഓക്കെ ആണ്. ഇനി എന്തുവാ? 10 മീറ്റർ വടക്കോട്ട്. 10 മീറ്റർ വടക്കോട്ടെന്ന് പറഞ്ഞാൽ മേളിലോട്ട് 10 തണ്ട് ഏകദേശം ഇതിൻ്റെ പകുതി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ 20. അപ്പൊ സ്വാഭാവികമായും 10 എന്ന് പറഞ്ഞ പകുതി ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ നിൽക്കുക. ഒരു സ്ഥലത്തെത്തുന്നു. എന്നിട്ട് ഈ 5 മിനിറ്റ് വിശ്രമിച്ചു. അവൻ 5 മിനിറ്റ്, ഈ 5 കണ്ടിട്ട് 5 എവിടെയെങ്കിലും പോയി വരച്ചു വെക്കരുത്. 5 മിനിറ്റ് അവൻ വിശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. 5 മിനിറ്റ് വിശ്രമിച്ചു. 15 മിനിറ്റ് കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്കോട്ട് വലത്തോട്ട് 15. അപ്പൊ ദേ ഇങ്ങനെ 15. കാര്യം ഇവിടെ മുതൽ ഇവിടെ വരെ 15. അപ്പൊ ഈ 15 എന്ന് പറയുമ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നു, ഇപ്പോൾ അവൻ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയാണ്? മക്കളെ, അവൻ യാത്ര തുടങ്ങിയ സ്ഥലം ഇത്. ഇപ്പോൾ നിൽക്കുന്നത് ഇത്. ഈ ദൂരം നമുക്കറിയാം. ഇത് മുഴുവൻ 20. ഇവിടെ വരെ 10. അപ്പൊ സ്വാഭാവികമായും ഇതും 10. നമ്മുടെ ഉത്തരം, കാര്യം മൊത്തം 20, പകുതി 10, അപ്പൊ ഇതും 10. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, 10 മീറ്റർ. ഒന്നുകൂടെ പറയും, പെട്ടെന്ന്. ഒരാൾ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണ് എന്നിരിക്കട്ടെ. കിഴക്കോട്ട് 20, വലത്തോട്ട് 20.
പിന്നെ തെക്കോട്ട് താഴോട്ട് 20, പടിഞ്ഞാറോട്ട് 35, ഇടത്തോട്ട് ഇവിടെ വരെ ആയപ്പോൾ തന്നെ 20 പടിഞ്ഞാറ് 35 പോണം. അപ്പൊ ഇവിടെ വരെ ഒരു 15 കൂടെ ഇവിടെ ഏകദേശം ഇവിടെ വരും. ഇനിയും നമ്മളോട് പറഞ്ഞു 10 മീറ്റർ വടക്കോട്ട് മേളിലോട്ട്, വടക്കൻ ജില്ല 10, ഇവിടെ വരെ 20. അപ്പൊ വടക്കെന്ന് പറയുമ്പോ 10, മേളിലോട്ടെന്ന് പറയുമ്പോ ഇതിന്റെ പകുതി. ഇനിയും എന്തുവാ, കിഴക്കോട്ട് വലത്തോട്ട് 15, ഇത്രയും 15 ഇവിടെ വരും. നമ്മളോട് ഈ ഒരു ഇതാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇവിടെ വരെ 10, ഇത് 10, അങ്ങനെയാണ് ഇതും 10. നമ്മുടെ ഉത്തരം 10 ഒക്കെയാണ്. ഇനി നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ LGSന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ചെയ്തു, യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന. അപ്പോൾ അതിൽ നമ്മൾ ഈ ലെഫ്റ്റും റൈറ്റും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡയറക്ഷൻ പഠിപ്പിക്കുന്ന സമയത്ത് അത് പറയാം. കിഴക്ക് വടക്ക് തെക്ക് ഒക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് വരയ്ക്കാതെ ചെയ്യാനായിട്ട് ഒരു പണി നമ്മൾ പഠിച്ചു. ഓർമ്മ കാണുമെന്ന് കരുതുന്നു. ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ചെയ്ത വീഡിയോയിലുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയും, വരയ്ക്കാതെ. മക്കളെ, ഒരാള് കിഴക്കോട്ട് നോക്കിക്കോണേ, കിഴക്കോട്ട് 20, ഇനി തെക്കോട്ട് 20, പിന്നെ പടിഞ്ഞാറോട്ട് 35, പിന്നെ വടക്കോട്ട് 10, പിന്നെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തു. അത് 5 മിനിറ്റ് കൊണ്ട് തോട്ടിക്കള, നമുക്ക് വേണ്ട, അവൻ എവിടെയെങ്കിലും ഇരുന്നുണ്ട്. 15 മിനിറ്റ് കിഴക്കോട്ട്. ഓക്കെ, ഇത്ര എഴുതി. കിഴക്ക് ആദ്യം 20, തെക്ക് 20, പടിഞ്ഞാറ് 35, വടക്ക് 10. ഇനി കിഴക്ക് മുഴുവൻ ഇതിനകത്തിൽ എത്രയുണ്ട്? 20, 15, 35. കിഴക്ക് മുഴുവൻ 35, തെക്ക് എന്തായാലും നമുക്കറിയാം 20 ഉള്ളു, കാര്യം കൂട്ടാനായിട്ട് ആരുമില്ല. പടിഞ്ഞാറ് 35, വടക്ക് 10. ഇത്രയാണ്. അപ്പൊ എല്ലാം എഴുതി. അത് കൂട്ടാനായിട്ടുള്ള ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. കിഴക്ക് 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് കിഴക്ക് 20, 15, 35, 20, 35, 20. ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളെ ക്യാൻസൽ ചെയ്യുക. അതായത് വടക്കും പടിഞ്ഞാറും നമുക്ക് ഒരേ നമ്പറുകൾ ക്യാൻസൽ ചെയ്യാം. വടക്കും തെക്ക് വടക്ക്, കണ്ടോ, ഓപ്പോസിറ്റ്. കിഴക്ക് പടിഞ്ഞാറ് ഒരേപോലെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, കിഴക്കും 35 ഉണ്ട്, കിഴക്കിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറും 35 ഉണ്ട്. അപ്പൊ കിഴക്ക് 35 പടിഞ്ഞാറ് 35 നമ്മൾ ക്യാൻസൽ ചെയ്തു. കിഴക്ക് പടിഞ്ഞാറ് ക്യാൻസൽ. ഇനി തെക്കൊരു 20 ഉണ്ട്, വടക്കൊരു 10 ഉണ്ട്. അപ്പോൾ 20ഉം 10ഉം 20 ഒരുമിച്ച് പോകത്തില്ല. വടക്കും തെക്കും ഓപ്പോസിറ്റാ. അപ്പൊ നമുക്ക് 10ഉം 20ഉം ഉണ്ട്. അപ്പൊ ഒരേപോലെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പൊ വടക്കീന്നൊരു 10ഉം ക്യാൻസൽ ചെയ്യാം, തെക്കീന്നൊരു 10ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി തെക്കിൽ ഒരു 10 ഉണ്ട്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 10. സിമ്പിൾ സാധനം. ഒന്നുകൂടെ, കിഴക്ക് 35 ക്യാൻസൽ, പടിഞ്ഞാറ് 35 ക്യാൻസൽ, കിഴക്കും പടിഞ്ഞാറും ക്യാൻസൽ. പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വടക്കും തെക്കുവാ. വടക്കും തെക്കും. വടക്ക് ഒരു 10 ഉണ്ട്, തെക്ക് ഒരു 20 ഉണ്ട്. 10ഉം രണ്ടിടത്തു നിന്നും അവന്മാരെ ക്യാൻസൽ ചെയ്യാം. വടക്കീന്നൊരു 10, തെക്കീന്നൊരു 10, ബാക്കി തെക്കിൽ ഒരു 20ൽ ഒരു 10 പോയി. കാര്യം വടക്കീന്ന് 10, തെക്കീന്ന് ഒരു 10 പോയി. കാര്യം 20 എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വടക്കൊരു 10 ഉണ്ട്, തെക്ക് 20 ഉണ്ട്, എന്നാലും നമുക്ക് 10 ക്യാൻസൽ ചെയ്താൽ ബാക്കി ഒരു 10 ഉണ്ട്. ബാക്കി വന്നതാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം ഒരു സീരീസ് കംപ്ലീഷൻ ആണ് ഈ ചോദ്യം. ആദ്യം മക്കളെ 1/2 എഴുതിയേക്കുന്നു, പിന്നെ 1/4 എഴുതിയേക്കുന്നു, പിന്നെ 1/16 എഴുതിയേക്കുന്നു, പിന്നെ ഡാഷ് ഉണ്ട്, പിന്നെ 1/65536 എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും, ഇതിൻ്റെ എല്ലാം മേളിൽ 1 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അംശം, കാര്യം ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, എല്ലായിടത്തും 1 ആണ്. ഇനി ഛേദം മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കോണേ, ആദ്യം 2, ആ 2ന്റെ സ്ക്വയറാണ്, വർഗമാണ് 4.
ആ 4ന്റെ വർഗമാണ് മക്കളെ 16 സ്ക്വയറാണ്. അപ്പൊ ഇവിടെ എന്തായാലും വരാൻ പോകുന്ന 1/16ന്റെ സ്ക്വയർ, 16ന്റെ സ്ക്വയർ 256. ഒരേ പൊളി. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 1/256ന്റെ സ്ക്വയർ ചെയ്ത ഈ പറയുന്ന 65,536 നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടെ 1/2, 1/2ന്റെ സ്ക്വയർ 4, 1 ഈ എഴുതിയ 4ന്റെ സ്ക്വയർ 16, മേളിലെല്ലാം 1, ആദ്യം 2, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 16ന്റെ സ്ക്വയർ 256. നമ്മുടെ ഉത്തരം 1/256. ഓപ്ഷൻ ബി. രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചെലവാക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ മക്കളെ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എസ്പെഷ്യലി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സാധനം വിൽക്കുന്നതിന് തൊട്ടു മുമ്പുള്ള എല്ലാ ചെലവുകളും, ആ കടയിൽ നിന്ന് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള എല്ലാ ചെലവുകളും വാങ്ങിയ വിലയിലാണ് കൂട്ടുക, മുടക്ക് മുതലിലാണ് കൂട്ടുക. ഇപ്പൊ രാജു സ്കൂട്ടർ വാങ്ങിയത് 10,000 രൂപയ്ക്ക്, 1000 രൂപ മുടക്കി പുതുക്കി പണിതു, 2,500 രൂപ ചെലവാക്കി പെയിന്റ് അടിച്ചു. അപ്പൊ 10,000-ഉം 1000-ഉം 2,500-ഓടെ ചേർത്ത് അവന്റെ മുടക്കു മുതൽ എന്ന് പറയുന്നത് 13,500. അവൻ വാങ്ങിയ വില എന്ന് പറയുന്നത് 13,500 സെറ്റ്. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്? അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? മക്കളെ, വാങ്ങുന്നത് 100% 20% ലാഭം വേണേ. വിൽക്കുന്നത് 120%. 30% ലാഭം വേണേ. വിൽക്കേണ്ടത് 130%. 40% ലാഭം വേണേ. വിൽക്കേണ്ടത് 140%. ഇവിടെ വാങ്ങുന്നത് 100%. അയാൾക്ക് 20% ലാഭം വേണം. വിൽക്കുന്നത് 120%. വാങ്ങിയ വില 100%, വിറ്റ വില 120%. ഇവിടെ വാങ്ങിയത് നമ്മുടെ കയ്യിലുണ്ട് 13,500. അപ്പൊ 100% എന്ന് പറയുന്നത് 13,500. വിറ്റ 120% എത്രാടാ ഊവേ എന്നതാണ് ഈ ചോദ്യം. ഈ സാധനം നേരെ എടുത്ത് ക്രോസ് ചെയ്യാം. നമ്മൾ എല്ലാ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലും പഠിക്കാറുള്ള കാര്യമാണ്. എല്ലാ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലും 2 സൈഡിലുള്ള ഒരാൾ കാണും, ഒരു സൈഡിലും ഒരാൾ കാണും. ഈ 2 സൈഡിലുള്ള ആളുകളെ മേളിൽ എഴുതുക. 120 ഗുണം 13,500 ബൈ ഒരു സൈഡിലുള്ള ആളിനെ താഴെ എഴുതുക. ഒരു സൈഡിൽ 100, അത് താഴെ. ഈ 0, ഈ 0, ഈ 0, ഈ 0 പോയി മേളിൽ നിന്നും താഴെ നിന്നും 2 0. 120 ഗുണം 135. 135 ഗുണം 12 എന്ന് പറഞ്ഞാൽ 1,620. 120ന്റെ ഒരു 0 കൂടെ ചേർത്ത് നമുക്ക് പറയാം 16,200 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, 10,000 രൂപയ്ക്ക് സ്കൂട്ടർ വാങ്ങി, 1000 രൂപയ്ക്ക് കേടായത് ശരിയാക്കി, 2,500-ന് പെയിന്റ് അടിച്ചു. അപ്പോൾ ആകെ ചെലവ് മുടക്കു മുതൽ 13,500. മക്കളെ, വാങ്ങുന്നത് 100% ഇവിടെ അയാൾ 20% ലാഭത്തിലാണ് വിൽക്കുന്നത്. 120% ലാഭം. മുടക്കിയ 100-ഉം പിന്നെ 20% ലാഭവും. വാങ്ങിയത് നമുക്കറിയാം 13,500. 100% 13,500. വിറ്റ 120% എത്രാടാ ഊവേ എന്നാണ് ചോദ്യം. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ 2. 120 ഗുണം 13,500 ബൈ 100. 0 ക്യാൻസൽ ചെയ്തു. ഉത്തരം 16,200 രൂപയാണ്.
ഇനി അതുമല്ല, ഈ പറയുന്ന 13,500-ന്റെ 120% കണ്ടെത്തിയാലും ഇതിലേക്ക് വരാൻ പറ്റും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. ഒരു ഓട്ടോക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണെങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഇപ്പൊ മക്കളെ, ഒരു ഓട്ടോക്കാരൻ 15 സെക്കൻഡ് കൊണ്ട് 150 മീറ്റർ പോകുന്നു. നമുക്ക് അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് എന്ന് കാണണം. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ ആണ്. അയാളുടെ വേഗത കിലോമീറ്റർ പെർ അവറിൽ കാണണം. മക്കളെ ശ്രദ്ധിക്കണേ, 150 മീറ്റർ 15 സെക്കൻഡ് കൊണ്ടാണ് ഈ ഓട്ടോക്കാരൻ പോകുന്നത്. അപ്പോൾ അവന്റെ വേഗത, സ്പീഡ് എത്രന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് 150, ടൈം 15. 150-നെ 15 കൊണ്ട് ഭാഗിച്ച് നമുക്ക് അവന്റെ സ്പീഡ് 10 എന്ന് കിട്ടും. മക്കളെ, ഇവിടുത്തെ ദൂരം മീറ്ററിലായതുകൊണ്ടും ഇവിടുത്തെ സമയം സെക്കൻഡിലായതുകൊണ്ടും നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണോ? ഇവിടെ വരെ ദൂരം. അപ്പോൾ ഒന്നുകൂടെ പറയും, മീറ്റർ പെർ സെക്കൻഡ് അല്ല, നമുക്ക് ഒന്നുകൂടെ പറയാം. 150 മീറ്റർ ഇവൻ 15 സെക്കൻഡ് കൊണ്ട് ഈ ഓട്ടോക്കാരൻ പോകുന്നു. അപ്പോൾ അവന്റെ വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അതായത് വേഗത, സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ദൂരം എത്ര സമയം കൊണ്ട് കടന്നു പോകുന്നു. ഇവിടെ 150 മീറ്റർ ദൂരം ഇവൻ പോകുന്നു, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. 15 സെക്കൻഡ് കൊണ്ട് പോകുന്നു. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് 150/15, ദൂരം ബൈ സമയം. അപ്പം വെട്ടുമ്പോൾ നമുക്ക് 10 കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്ത ദൂരം മീറ്ററിലാണ്, സമയം സെക്കൻഡിലാണ്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. മക്കളെ, 10 മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടിക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നേ, മണിക്കൂറിൽ എത്ര കിലോമീറ്ററിലാ വേഗത? അതായത് വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ, വേഗത കിലോമീറ്റർ പെർ അവറിൽ കാണണം. മക്കളെ, നമ്മൾ പഠിച്ചു മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ, മണിക്കൂറിൽ എത്ര കിലോമീറ്റർ, കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 5, 5 10, 18 2 ഗുണിച്ച് നമുക്ക് പറയാം 36 കിലോമീറ്റർ പെർ അവർ ആണ്. ഒരേ പൊളി. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. പക്ഷെ നമുക്ക് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. മക്കളെ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 10-നെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഉത്തരം 36 എന്ന് നമുക്ക് ഈസി ആയിട്ട് ലാൻഡ് ചെയ്യാം. ഇനി എല്ലാവർക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ്, ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ, അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് തിരിച്ചും മാറ്റേണ്ടി വരും. ഇപ്പോൾ കുറേ ആളുകൾക്കറിയാം, ഒന്നുകിൽ 18/5 അല്ലെ 5/18. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അത് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. 5ഉം 18ഉമാണ് ഇവിടെ വരുന്നത്. ഒന്നുകിൽ 5 മേളി അല്ലെ 18 മേളി. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം. നിങ്ങൾ പരീക്ഷ ഹോളിൽ ഇങ്ങനെ ആലോചിക്കണം, മീറ്ററിനെ കിലോമീറ്റർ ആക്കണം. മീറ്റർ ചെറുത്, കിലോമീറ്റർ വലുത്. ചെറുതിനെ വലുതാക്കണം, ചെറുതിനെ വലുതാക്കണം, വലുതാക്കാൻ വലിയ നമ്പർ മോളിൽ
18 വലിയ നമ്പർ, 18/5. കണ്ടോ? ഇനി അടുത്തത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. നിങ്ങൾ പരീക്ഷ ഹാളിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണം, ഇവിടെ കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. കിലോമീറ്റർ വലിയത്, മീറ്റർ ചെറുത്. വലുതിനെ ചെറുതാക്കണം. അപ്പൊ ചെറിയ നമ്പർ മുകളിൽ ചെറിയ നമ്പർ 5/18. കണ്ടോ? ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഒന്നുകൂടെ മൈൻഡിൽ ആലോചിച്ചേ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം, മീറ്ററിനെ കിലോമീറ്റർ വലിയതാക്കണം. വലിയ നമ്പർ മുകളിൽ 18/5. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം, വലിയ നമ്പർ. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം, കിലോമീറ്ററിനെ മീറ്റർ ചെറുതാക്കണം. ചെറിയ നമ്പർ മുകളിൽ 5/18. കണ്ടോ? മറക്കത്തില്ലല്ലോ. അടുത്ത ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ, ഇവിടെ ഒരു ചതുരത്തിന്റെ നീളം 20% കൂടി, വീതി ബ്രെഡ്ത്ത് 20% കൂടി എങ്കിൽ പരപ്പളവ് ഏരിയ എത്ര ശതമാനം കൂടും എന്നതാണ് ചോദ്യം. പരപ്പളവ്, വിസ്തീർണം, ഏരിയ ഒക്കെ മക്കളെ നീളം ഗുണം വീതിയാണ് പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നു ചതുരത്തിന്റെ കേസിൽ. ഓക്കെ, ഇവിടെ ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ ഒരു ചതുരത്തിന്റെ നേരത്തെ ഉള്ള വിസ്തീർണം നമ്മൾ പരപ്പളവ് 100 എന്നങ്ങ് എടുത്തു. എത്രയാ? 100. ഈ ശതമാനവും പെർസെൻറ്റേജും ഒരുമിച്ച് വരുന്ന ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്യാം. അപ്പം നീളം വീതിയൊക്കെ ഉണ്ട്, നീളത്തിലും വീതിയിലുള്ള മാറ്റമുണ്ട്. അപ്പോൾ ഏറിയ 100 എന്ന് നമ്മൾ മനസ്സിലാലോചിച്ചു. നീളം 20% കൂടി. അപ്പം നേരത്തെ ഏറിയായ 100 ഗുണം നീളം 20 കൂടിയത് കൊണ്ട് നമ്മൾ 120/100 എന്ന് കൊടുത്തു. 20 കുറഞ്ഞായിരുന്നെങ്കിൽ 80/100 എന്ന് കൊടുക്കും. 10 കുറഞ്ഞായിരുന്നെങ്കിൽ 90/100 എന്ന് കൊടുക്കും. 10 കൂടിയ 110/100 എന്ന് കൊടുക്കും. ഇവിടെ നീളം 20% കൂടി, 120/100. ഇനിയും വീതിയും 20% കൂടി. അപ്പം നമ്മൾ വീണ്ടും എഴുതി 120/100. ഇത് നീളത്തിലുള്ള വ്യത്യാസം, ഇത് വീതിയിലുള്ള ശതമാന വ്യത്യാസം. കഴിഞ്ഞു പരിപാടി. ഈ 100 ക്യാൻസൽ. ഈ 0 ക്യാൻസൽ. ഒരു ആവേശപ്പുറത്ത് വെട്ടി നേരത്തെടുത്ത് ചിലപ്പോൾ പണി കിട്ടും. 0 നോക്കി വെട്ടണം. 4 മേളി 4 താഴെ വെട്ടി. 12 ഗുണം 12. പുതിയ ഏരിയ എന്ന് പറയുന്നത്, പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് 144. മക്കളെ, നേരത്തെ 100 ആയിരുന്നു, ഇപ്പം 144 പരപ്പളവ്. 100 ആയിരുന്ന പരപ്പളവ് 144. പരപ്പളവ് എത്ര ശതമാനം വർദ്ധിച്ചു? 100ൽ നിന്ന് 144. നമ്മുടെ ഉത്തരം 44% വർദ്ധിച്ചു. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. മുമ്പോട്ട് പോവാം ഒന്നുകൂടെ. ചതുരത്തിന്റെ നീളം 20% കൂടി, വീതി 20% കൂടി, പരപ്പളവ് എത്ര ശതമാനം കൂടും എന്നതാണ് ചോദ്യം. ഏറിയ. അപ്പൊ പരപ്പളവ് നമ്മൾ 100 ആയിട്ട് എടുത്തു. അപ്പൊ 100 ഗുണം നേരത്തെ പരപ്പളവ് 100 ഗുണം ശതമാനത്തിൽ നീളത്തിലും വീതിയിലും വരുന്ന വ്യത്യാസങ്ങൾ അവിടോട്ട് ഇട്ട് കൊടുക്കണം. നീളം 20% കൂടി, അപ്പം നമ്മൾ കൊടുത്തു 120/100. വീതി 20% കൂടി, അപ്പം നമ്മൾ വീണ്ടും കൊടുത്തു 120/100. ചിലര് 120ന്റെ കൂടെ 20 കൂട്ടി 140/100 ഒക്കെ എഴുതും. അല്ല, എല്ലാം 100ൽ. നീളം 20% കൂടി, 120/100. വീതി 20% കൂടി, 120/100. 100 ക്യാൻസൽ. ഇത് ക്യാൻസൽ. അപ്പോൾ പുതിയ ഏരിയ എന്ന് പറയുന്നത് 12 144. എടാ മക്കളെ, പണ്ട് പരപ്പളവ് 100 ആയിരുന്നു, ഇപ്പൊ പരപ്പളവ് 144. എടാ മക്കളെ, പരപ്പളവ് കൂടി. എത്ര കൂടി? 44% പരപ്പളവ് കൂടി. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. മക്കളെ, അടുത്ത ചോദ്യം മിക്കവാറും ഡിലീറ്റ് ആവാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്.
കറക്റ്റായിട്ടൊരു വ്യക്തത ഈ ചോദ്യം എങ്ങനെ ചെയ്യണമെന്ന് ഇതിൽ പറയുന്നില്ല. അതായത് ഈ ചോദ്യം ഇങ്ങനെയാ പറയുന്നത്: ഷാജി ഷാന് രണ്ടുപേരുണ്ട്. ഇവരുടെ കയ്യിൽ എത്രയോ തുകയുണ്ട്. ആ തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. അപ്പൊ ഷാജി എന്ന് പറയുന്ന ആളും ഷാൻ എന്ന് പറയുന്ന ആളും അവരുടെ കയ്യിൽ എത്രയോ തുകയുണ്ട്, അത് 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തതയില്ല. ഏതിൽ നിന്നുള്ള കുറവാണ് എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നും. ആദ്യം ഷാന് കിട്ടിയ പൈസയിൽ നിന്ന് ഉള്ള കുറവാണോ, അല്ലെങ്കിൽ 4:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ഷാജിക്കും ഷാനും കിട്ടിയ പൈസ നോക്കിയിട്ട് അതിൽ ഷാജിക്ക് കിട്ടിയ പൈസയിൽ നിന്നുള്ള കുറവാണോ 640 എന്ന് വ്യക്തമായ ഒരു ഉത്തരം ഇവിടെ നമുക്ക് തരാൻ പറ്റുന്നില്ല. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നോർമലി ഇത്തരം ചോദ്യങ്ങളെല്ലാം വരുമ്പോൾ എപ്പോഴും ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. ഇങ്ങനൊരു സെന്റൻസ് വരുവാണ്, രണ്ടുപേരുണ്ട്, ഷാജിയുമുണ്ട് ഷാനുമുണ്ട്. ഷാജിയെക്കാളും 640 രൂപ ഷാനു കുറവാണ് കിട്ടുക എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ ആദ്യത്തേതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏതാണെന്നൊരു വ്യക്തത ഈ ചോദ്യത്തിൻ്റെ അതി കൃത്യമായിട്ട് നമ്മളോട് പറയുന്നില്ല. എങ്ങനെ വേണേലും നമുക്ക് ഈ ചോദ്യം ചെയ്തു പോവാം. അതുകൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ്. എന്നാൽ ഇത് ചിന്തിക്കുന്ന രീതി ഞാനൊന്ന് പറയാം. ഷാജി ഷാന് 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ഇനി 4:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ്. അപ്പോൾ ഷാജിക്ക് 4x ഷാജിക്ക് 4 ഭാഗവും ഷാന് 3 ഭാഗവും എന്ന രീതിയിൽ എടുക്കുവാണ്. ഷാനിന് 640 രൂപ കുറവെന്ന് പറഞ്ഞാൽ വ്യത്യാസം. അപ്പൊ ഷാജിയും ഷാനും തമ്മിലുള്ള വ്യത്യാസമാണ് 640. അപ്പൊ ഷാജിക്ക് 4 ഭാഗം ഷാന് 3 ഭാഗം, ഇവരുടെ വ്യത്യാസം 1 ഭാഗമാണ് മക്കളെ 640, 1 ഭാഗം. അങ്ങനെയാണ് ഇവരുടെ കയ്യിലുള്ള തുക എന്ന് പറയുന്നത് 4ഉം 3ഉം 7 ഭാഗം. 1 ഭാഗം 640 ആണ്. 7 ഭാഗം 640 ഗുണം 7 നമുക്ക് പറയാം 4480. 4480 ഈ ഇരിക്കുന്ന ഓപ്ഷനിൽ ഒരിടത്ത് പോലും ഇല്ല. ഈ 4480 കിട്ടിയ കുറേ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഒന്നുകൂടെ, ഷാജിയും ഷാനും 4:5 എന്ന അംശബന്ധത്തിൽ എന്തോ തുക വീതിച്ചോട്ടെ, പൊക്കോട്ടെ. ഇനി 4:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ഷാൻ 640 രൂപ കുറവാ കിട്ടുക. കുറവെന്ന് കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും അത് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഷാജിയും ഷാനും തമ്മിലുള്ള 4:3 വീതിക്കുമ്പോൾ വ്യത്യാസം കുറവ് 640. 4ഉം 3ഉം വീതിക്കുമ്പോൾ കുറവെന്ന് പറയുന്നത് 1 ഭാഗം, അത് 640. അവര് വീതിച്ചത് ഷാന് 4 ഭാഗവും ഷാജിക്ക് 4 ഭാഗവും ഷാന് 3 ഭാഗവും അവര് വീതിച്ചത് മൊത്തം 7 ഭാഗമായിട്ടാ. 1 ഭാഗം 640 ആണ്. 7 ഭാഗം 640 ഗുണം 7 4480 ആണ് അവര് വീതിച്ച തുക എന്ന് ഇങ്ങനെ എടുക്കാം. ഇനി ചില ആളുകൾ ഇത് ഓപ്ഷനിൽ നിന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ ഇതിന് ഇങ്ങനെയാ വായിക്കുന്നത്: ഷാജിയും ഷാനും 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. 4:3 എന്ന അംശബന്ധത്തിൽ വീതിച്ച ഷാൻ 640 രൂപ കുറവ് കിട്ടും. ഇത് ഓരോ ഓപ്ഷനും ചെയ്ത് നോക്കാം. ഓപ്ഷൻ സിയിൽ വരുമ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ 5040 ആണ് എന്നിരിക്കട്ടെ. 4:5 ഷാജിയും ഷാനും ഉണ്ട്. ഷാന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 4:5 അല്ലേ. ഷാന്റെ ഷെയർ 5, മൊത്തം 9 ഇൻറ്റു 5040 ചെയ്താൽ ആദ്യത്തെ കേസിൽ ഷാന് കിട്ടുന്ന പൈസ നമുക്ക് കിട്ടും. ഓപ്ഷൻ ഓരോന്നും ചെയ്യണം.
9 അല്ലെ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് മാറ്റിയിട്ടൊക്കെ കൊണ്ടുവരണം. ഇത് വരുമ്പോൾ 4 5, ഇത് വരുമ്പോഴത്തേക്കിന് 54 6, 560 ഗുണം 5 ചെയ്യുമ്പോൾ 2800 രൂപയാണ് ഈ കേസിൽ ഷാന് കിട്ടുക എന്ന് മനസ്സിലാവും. അതായത് ഓപ്ഷൻ 5040 രൂപയാണ് ഇവർ വീതിച്ചതെങ്കിൽ ഷാന് 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ഷാന്റെ ഷെയർ എത്രയാന്ന് ചോദിച്ചാൽ ഷാന്റെ ഷെയർ 5, മൊത്തം ഷെയർ 9 ഇൻറ്റു 5040 2800. ഇനി 4:3 എന്ന അംശബന്ധത്തിൽ 5040 വീതിച്ചാൽ ഷാന്റെ ഷെയർ എന്ന് പറയുന്നത് 3 ബൈ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 7 ഇൻറ്റു 5040. ഇത് വെട്ടിപ്പോകുമ്പോൾ 2160. ഈ കേസിൽ ഷാന്റെ ഷെയർ 2160 എന്ന് മനസ്സിലാവും. 5040 ആണ് തുകയെങ്കിൽ ആദ്യത്തെ കേസിൽ ഷാനിന്റെ ഷെയർ 2800, രണ്ടാമത്തെ കേസിൽ ഷാനിന്റെ ഷെയർ 2160. 2800 ആദ്യം 2800 പിന്നെ 2160, ഇവര് തമ്മിലുള്ള വ്യത്യാസം 640. ഇങ്ങനെ ആദ്യം ഷാന 2800, ഇപ്പൊ 2160, ആദ്യം കിട്ടിയതിനേക്കാൾ 640 കുറവാ രണ്ടാമത്തെ കേസിൽ കിട്ടുക. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റും ഓപ്ഷനിൽ നിന്ന് പോയാൽ. പക്ഷെ ഇവിടെ കൃത്യമായൊരു വ്യക്തത ഈ ചോദ്യത്തിന്റെ അകത്ത് തരുന്നില്ല. ഷാന്റെ ആദ്യത്തെ തുകയും രണ്ടാമത്തെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണോ, അതോ രണ്ടാമത്തെ റേഷ്യോയിൽ ഷാനും ഈ പ്രധാനം ഷാജിയും തമ്മിലുള്ള വ്യത്യാസമാണോ എന്നുള്ള ഒരു വ്യക്തത ഈ ചോദ്യത്തിൽ ഒരിടത്തും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ക്യാൻസൽ ആവാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. അതായത് ഒറ്റ സംഖ്യ അല്ലാത്തവരെ കണ്ടുപിടിക്കണം. ആദ്യത്തേത് 15/5. മക്കളെ 15, അതായത് ഇരട്ട സംഖ്യ ആളെ കണ്ടുപിടിക്കണം. അതാണ് സംഭവം. ഒറ്റ സംഖ്യ അല്ലാത്തവരെ വേണം. മക്കളെ 15/5. കുഞ്ഞുങ്ങളെ 15ന്റെ ഏത് പവർ ആയാലും അതിൻ്റെ ലാസ്റ്റ് നമ്പർ എന്തായാലും 5 വരത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലാസ്റ്റ് നമ്പർ എന്താ? ഇപ്പൊ 15/1 15, ലാസ്റ്റിൽ 5. കാര്യം 5ന്റെ പവർ അല്ലേ, എന്തായാലും ഗുണിക്കുമ്പോൾ എന്തായാലും ലാസ്റ്റിൽ 5 വരും. 15/2 സ്ഥല 15ന്റെ സ്ക്വയർ 225, 15ന്റെ ക്യൂബ് അതിൻ്റെ ലാസ്റ്റിൽ 5, 15/4 എന്തായാലും ലാസ്റ്റിൽ 5. ഇനി 15/5 ആയാലും ലാസ്റ്റിൽ 5 വരും. ഇതൊരു ഒറ്റ സംഖ്യയാണ്. ഓക്കെ. ഇനി 15/5 + 5. ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ. 15/5 ലാസ്റ്റിൽ ഒരു 5 വരും. അതിൻ്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടണം. 5 കൂടെ കൂട്ടണം. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് 15/5 എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റിൽ ഒരു 5 വന്നു. ഇവിടെയൊക്കെ 0 ഒന്നും അല്ല, ആരോ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടണം. ഇത് കൂട്ടുമ്പോൾ ലാസ്റ്റിൽ ഒരു 0 വരും. 0 വന്നു കഴിഞ്ഞാൽ ഇത് ഒറ്റ സംഖ്യ അല്ല, ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇത് നമുക്ക് ഉത്തരവായിട്ട് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എടുക്കാം. എന്നാലും ബാക്കി ഇവിടെ നോക്കാം. 15/5 + 5. 5 + 5 എന്ന് പറഞ്ഞാൽ 10, പവർ 2 കൂടെ കൂട്ടി 15/10. 15ന്റെ പവറായിട്ട് ഏത് കുന്തം വന്നാലും ശരി, ആര് വന്നാലും ശരി, 15ന്റെ പവർ ആണോ ലാസ്റ്റിൽ അവസാനിക്കുന്നത് 5 ആയിരിക്കും. അത് ഒറ്റ സംഖ്യയാണ്. അടുത്തത് 15/5 - 5. 5 ന്ന് 5 പോയ 15/0. മക്കളെ എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 10/0 1, 7/0 1, A/0 1, 2/0 1, എനി നമ്പർ റൈസ് ടു 0 1. അപ്പൊ ഇതെന്തായാലും 1. ഇതും എന്ത് തന്നെയാ? ഒറ്റ സംഖ്യ. അപ്പോൾ ഒറ്റ സംഖ്യ അല്ലാത്തത് ഒരെണ്ണേ ഉള്ളൂ. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ.
ഒന്നുകൂടെ ആദ്യത്തേത് 15⁵5. 15ന്റെ ഏത് പവറും 0 ഒഴിച്ച് ഏത് പവറും അവസാനിക്കുന്നത് 5-ലാണ് ഒറ്റ സംഖ്യ. 15⁵5+5. അപ്പൊ 15⁵5+5 എന്ന് പറയുമ്പോൾ 15⁵5 ലാസ്റ്റിൽ ഒരു 5 വന്നു, ഇതാണെന്നിരിക്കട്ടെ. അതിൻ്റെ കൂടെ ഒരു 5 കൂട്ടണം. അപ്പൊ ലാസ്റ്റിൽ ഇത് 5 5 കൂടെ കൂട്ടിയാൽ 0 വരും. ഇതൊറ്റയല്ല, ലാസ്റ്റിൽ 0 ഇരട്ടയാ. 15⁵5+5 15⁻10. 15ന്റെ ഏത് പവറും അവസാനിക്കുന്നത് 5-ലാ. അപ്പോൾ ഇത് ഒറ്റ സംഖ്യയാ. 15⁻5 എന്ന് പറഞ്ഞാൽ 15⁻0. എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. 1 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ. ഇതൊറ്റ, ഇതൊറ്റ, ഇതൊറ്റ. ഒറ്റയല്ലാത്തത് ഇത് മാത്രം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 154 സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിന്റെ വിലയോടെ എത്ര കൂട്ടണം? വളരെ നല്ലൊരു ചോദ്യമാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ സ്ക്വയറൊക്കെ എടുത്തു പോകാനായിട്ട് തോന്നും, പെട്ടെന്ന് ചിന്തിക്കത്തില്ല. പക്ഷെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് നോക്ക്. അതായത് 154ന്റെ സ്ക്വയറിന്റെ കൂടെ 154ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന് 153ന്റെ സ്ക്വയറിന്റെ വിലയോടെ എത്ര കൂട്ടണം? അതായത് മക്കളെ, 153ന്റെ സ്ക്വയറിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 154ന്റെ സ്ക്വയർ കിട്ടും? ചില കുഞ്ഞുങ്ങൾ ഒറ്റയടിക്ക് 154 സ്ക്വയറെ മൈനസ് 153 സ്ക്വയർ എന്ന് എഴുതും. കാര്യം 17ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 15 കിട്ടും? എങ്ങനെ? 15 - 10. 12ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 14 ആവും? 2 നമുക്കറിയാം. എങ്ങനെ? 14 - 12. 27ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 40 കിട്ടും? 40 - 27. അതേപോലെ 153ന്റെ സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടിയാൽ 154ന്റെ സ്ക്വയർ കിട്ടും? 154ന്റെ സ്ക്വയറെ മൈനസ് 153ന്റെ സ്ക്വയർ. ഒറ്റയടിക്ക് എഴുതും. നീ അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ 153ന്റെ സ്ക്വയറിനോട് എത്രയോ കൂട്ടി, ഞാൻ അതിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ 154ന്റെ സ്ക്വയർ കിട്ടും. നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. മക്കളെ, എക്സ് കാണാൻ 154ന്റെ സ്ക്വയറെ മൈനസ് 153ന്റെ സ്ക്വയർ ചെയ്യണം. മക്കളെ, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഈ എഴുതിയേക്കുന്ന സാധനം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും എടുത്താൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് 144 പ്ലസ് ബി എന്ന് പറയുന്നത് 153 ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 154 മൈനസ് 153. അപ്പം 154 പ്ലസ് 153 ഗുണം 1 എന്ന് കാര്യം ഇതെന്തായാലും 1. നമ്മുടെ ഉത്തരം 154 പ്ലസ് 153 ആണ് നമ്മുടെ ഉത്തരം. 154 പ്ലസ് 153 ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം. ദേ കിടക്കുന്നു ഓപ്ഷൻ ബി. 154 153 കൂട്ടി തിരിച്ചു വെച്ച 5 7 കൂട്ടിയാലും 7 5 കൂട്ടിയാലും ഒന്ന് തന്നെ. 154 പ്ലസ് 153 ആയാലും 153 പ്ലസ് 154 ആയാലും ഒരേ വില തന്നെ. സെറ്റാണ് ഓപ്ഷൻ ബി. എനിക്കറിയാം കുറേ ആളുകൾക്ക് ആദ്യം കേട്ടപ്പോൾ അത്ര സെറ്റായിട്ടൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. ഞാൻ ഒരു വട്ടോടെ പറയാം. 154 സ്ക്വയർ വില കണ്ടുപിടിക്കുന്നതിന് 153ന്റെ സ്ക്വയർ വിലയോട് എത്ര കൂട്ടണം? അപ്പം നമുക്ക് സൈഡിലോട്ട് വേണമെങ്കിൽ എഴുതാം. 153ന്റെ സ്ക്വയറിൻ്റെ കൂടെ എക്സ് കൂട്ടിയാൽ, അത് എത്ര കൂട്ടിയാൽ അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, 154ന്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ മക്കളെ, ഈ എക്സ് കാണാനായിട്ട്
154ന്റെ സ്ക്വയർ മൈനസ് 153ന്റെ സ്ക്വയർ. കാര്യം എന്താ, ഇത് അവിടെ പോകുമ്പോൾ മൈനസ് ആവും, ഇത് പ്ലസ് അവിടെ പോകുമ്പോൾ മൈനസ് ആവും. അപ്പം നമുക്ക് കാണേണ്ടത് മക്കളെ 154ന്റെ സ്ക്വയർ മൈനസ് 153ന്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത്. ഇത്രയും സ്റ്റെപ്പ് എഴുതാതെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു 154ന്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ 153ന്റെ സ്ക്വയറോടെ എന്ത് കൂട്ടണം? 154 സ്ക്വയർ മൈനസ് 153. ഓക്കെ, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇവനെ 154നെ നമ്മൾ എ എന്നും 153നെ നമ്മൾ ബി എന്നും വിളിച്ചാൽ ഈ സാധനം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. കണ്ടോ, എ ഇത് ബി, എ സ്ക്വയർ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 154 പ്ലസ് ബി എന്ന് പറയുന്നത് 153 ഇൻറ്റു എ എന്ന് പറയുന്നത് 154 മൈനസ് ബി എന്ന് പറയുന്നത് 153. 154 പ്ലസ് 153 ഇൻറ്റു 154 അപ്പോൾ 1 കൊണ്ട് ഒരു സംഖ്യ ഗുണിച്ചാൽ അത് തന്നെയാണ്. അപ്പം നമ്മുടെ ഉത്തരം 154 പ്ലസ് 153. 154ഉം 153 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. ഇത് 153 തെറ്റാ. ഇത് 153 154 തിരിച്ചും മറിച്ചും വന്നാലും കൂട്ടുകയല്ലേ, സെയിം അല്ലേ? ഇപ്പൊ 154 153 കൂട്ടിയാലും 153 154 കൂട്ടിയാലും രണ്ടും ഒന്ന് തന്നെയാ. 5ഉം 2ഉം 7ആണ്, 2ഉം 5ഉം 7ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഇതാണ്, സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഒരു സാധനത്തിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മറ്റേത് കിട്ടുമെന്ന് കാണാൻ ഇത് തമ്മിൽ കുറച്ചാൽ മതി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. PSC ക്യാൻസൽ ചെയ്യാൻ പോകുന്ന മറ്റൊരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. സത്യം പറഞ്ഞാൽ ചോദ്യം ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ അതിനകത്തൊരു എക്സ്ട്രാ ഒരു വാക്ക് ആഡ് ചെയ്തപ്പോൾ ഇതിനകത്തിൽ ചോദ്യത്തിന്റെ അർത്ഥമേ മാറിപ്പോയി. അതുകൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഷാജി ഒരു നോവലിന്റെ 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു. ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ച വായിച്ചു. നോവലിൽ എത്ര പേജ് ഉണ്ട് എന്നാണ് ചോദ്യം. മക്കളെ, ഇവര് പറഞ്ഞതുപോലെ ഈ ചോദ്യം എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഷാജി 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു. 2/9 കേട്ടോ. അതായത് നോവലിനെ 9 ഭാഗമാക്കിയാൽ അതിൽ 2 ഭാഗം ശനിയാഴ്ച വായിച്ചു. ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. മക്കളെ, ബാക്കി എത്രയാ? 2/9 ആണ് ശനിയാഴ്ച വായിച്ചേ, ബാക്കി 7/9 ആണ്. എന്തുകൊണ്ടാ? 9ൽ 2 ഭാഗം ശനിയാഴ്ച വായിച്ചു. അപ്പോൾ 9ൽ ബാക്കി 7 ഭാഗം ഞായറാഴ്ച. ബാക്കി 9ൽ ബാക്കി 7 ഭാഗമുണ്ട്. ആ ബാക്കിയുള്ളതിൻ്റെ 1/3 ഞായറാഴ്ച. ബാക്കി 7/9 ആണ്, അതിൻ്റെ 1/3 ആണ് ഞായറാഴ്ച. 7/9ന്റെ 1/3 എന്ന് പറയുന്നത് 7/9 ഇൻറ്റു 1/3. ഇത് ചെയ്തു വരുമ്പോൾ 7/27 ആണ് ഞായറാഴ്ച. അപ്പൊ ശനിയാഴ്ച വായിച്ചത് 2/9 ആണ്, ഞായറാഴ്ച വായിച്ചത് 7/27 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ആകെ വായിച്ചത് കിട്ടുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് എടുക്കുമ്പോൾ 160 വരും എന്നാണ് ഇവിടെ ഈ പറഞ്ഞതിൻ്റെ കൺസെപ്റ്റ്. ഈ ഒരു രീതി വെച്ച് ഈ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ക്യാൻസൽ ആവും. അതായത് ഒന്നുകൂടെ പറയുന്നു, 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു, 9ൽ 2 ഭാഗം ശനിയാഴ്ച. ഓക്കെ, 9ൽ ബാക്കി എത്ര ഭാഗമുണ്ട്? 7 ഭാഗം. ബാക്കിയുള്ളതിൻ്റെ ബാക്കി 9ൽ 7 7/9, അതിൻ്റെ 1/3 7/9 ഇൻറ്റു 1/3 7/27. അപ്പൊ ശനിയാഴ്ച വായിച്ചത് 2/9, പിന്നെ ഞായറാഴ്ച വായിച്ച 7/27. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആകെ വായിച്ചത് കിട്ടും. ബാക്കിയുള്ളത് എടുത്തിട്ട് ചെയ്താൽ
ഉള്ളത് 160 ഇക്വേറ്റ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാം, പക്ഷെ ചോദ്യത്തിൽ ആൻസർ കിട്ടത്തില്ല. ഇവിടെ പണി പാളിപ്പോയത് എന്താന്ന് ചോദിച്ചാൽ, ഈ ഒരു വാക്ക് ഒഴിവാക്കിയായിരുന്നെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ നമുക്ക് എടുക്കാമായിരുന്നു. ഏത് വാക്ക്? ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. ബാക്കിയുള്ളത് എന്നൊരു വാക്ക് ഇവിടെ ഒഴിവാക്കിയായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ എടുക്കാം. അതുകൂടെ ഞാനൊന്ന് പറയാം. ആ ചോദ്യകർത്താവ് എന്താ ഉദ്ദേശിച്ചത്? മക്കളെ, 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു, 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. അപ്പോൾ അവൻ ആകെ വായിച്ചത് ശനിയാഴ്ച 2/9 ഞായറാഴ്ച 1/3. അപ്പോൾ അവൻ ആകെ വായിച്ചതെന്ന് പറയുന്നത് 2/9 1/3 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 6 + 9/27. കണ്ടോ? 6 + 9/27. അവൻ ആകെ വായിച്ചത് 15/27 ഭാഗമാണ്. അത് വെട്ടിക്കളയുമ്പോൾ 5/9 ഭാഗമാണ് അവൻ വായിച്ചത്. അപ്പൊ മക്കളെ, ഈ ബുക്കിൽ 5/9 ഭാഗം അവൻ വായിച്ചിട്ടുണ്ട്. ബാക്കി 4/9 ഭാഗം ഉണ്ട്. എങ്ങനെ മനസ്സിലായി? 9ൽ 5 ഭാഗം വായിച്ചു. മൊത്തം ബുക്ക് 1 ആണെങ്കിൽ 4/9 ഭാഗം അവൻ ബാക്കി 9ൽ 5 ഭാഗം വായിച്ചു. ബാക്കി 1 - 5/9 എന്നൊക്കെ എടുക്കാം. 9ൽ 5 വായിച്ചു, ബാക്കി 9ൽ 4 ബാക്കിയുണ്ട്. ബാക്കിയുള്ളത് 9ൽ 4 അതാണ് തിങ്കളാഴ്ച വായിച്ചത്. തിങ്കളാഴ്ച വായിച്ചത് നമുക്ക് പറയാം 160. അപ്പൊ മക്കളെ, 4/9 ഭാഗമാണ് ബാക്കിയുള്ളത്. അത് നമുക്ക് മനസ്സിലായി 160. 4/9 160. ഓക്കെ ആണോ? അതായത് ഒരു പുസ്തകത്തിന്റെ പേജ് മുഴുവൻ എക്സ് ആണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ളത് 4/9 ഭാഗമാണ്. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന 160. അപ്പോ നമുക്ക് പുസ്തകത്തിന്റെ പേജ് എക്സ് കാണാനായിട്ട് 160 ഗുണം 9/4. കാര്യം 4/9 അപ്പുറത്ത് പോകുമ്പോൾ 9/4 ആവും. ഇത് വെട്ടുമ്പോൾ 9 40 360 എന്ന് നമുക്ക് പറയാം. അപ്പോൾ പുസ്തകത്തിന്റെ ആകെ പേജ് 360 എന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ കിട്ടും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ബാക്കിയുള്ളത് എന്ന വാക്ക് മാറ്റുവാണ് ഈ സാധനം നമുക്ക് ചെയ്യാം. ഷാജി 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു, ഞായറാഴ്ച വായിച്ചത് 1/3 ഭാഗം. അപ്പോൾ അവൻ ആകെ വായിച്ചത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടും 6 + 9/27. അവൻ ആകെ വായിച്ചത് 15/27. വെട്ടിക്കളയുമ്പോൾ അവൻ ആകെ വായിച്ചത് 50/9. മക്കളെ, ശനിയും ഞായറുമായി അവൻ വായിച്ചത് 5/9. 9ൽ 5 ഭാഗം ശനിയും ഞായറുമായിട്ട് വായിച്ചു. ബാക്കി 9ൽ 4 ഭാഗമുണ്ട്. ആ 9ൽ 4 ഭാഗമാണ് അവൻ തിങ്കളാഴ്ച വായിച്ചത്. അവൻ തിങ്കളാഴ്ച 160 പേജ് വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 9ൽ 4 മക്കളെ 160. ഒരു പുസ്തകത്തിന്റെ ആകെ പേജുകളിൽ 4/9 അവൻ തിങ്കളാഴ്ച വായിച്ചത്. അത് നമുക്ക് മനസ്സിലായി 160. പുസ്തകത്തിന്റെ പേജ് എക്സ് ആണെങ്കിൽ അതിൻ്റെ 4/9 മക്കളെ 160. അപ്പൊ എക്സ് കാണാനായിട്ട് ഈ 4/9 അപ്പുറത്ത് പോകുമ്പോൾ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും വരും. 160 ഗുണം 9/4. കാര്യം ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 1 4 4, ഇത് 40. 40 ഗുണം 9 നമുക്ക് പറയാം 360. അപ്പോൾ പുസ്തകത്തിൻ്റെത് 360. നല്ലൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. തിങ്കളാഴ്ച ഒന്നുകൂടെ ഞാനങ്ങ് പറയാം. ശനിയാഴ്ച വായിച്ച 2/3, ഞായറാഴ്ച വായിച്ച 1/3. ആകെ ശനിയും ഞായറും കൂടെ വായിച്ചത് 5/9. 5/9 വായിച്ചു.
ബാക്കി 4/9. കാര്യം 9-ൽ 5 വായിച്ചു, 9-ൽ 5 ബാക്കി 9-ൽ 4 തിങ്കളാഴ്ച വെച്ചു. അവൻ തിങ്കളാഴ്ച വായിച്ചത് 4/9 ആണ്. തിങ്കളാഴ്ച വായിച്ചത് 160. ഒരു പുസ്തകത്തിന്റെ ആകെ പേജ് X ആണെങ്കിൽ അതിന്റെ 4/9 അവൻ തിങ്കളാഴ്ച വായിച്ചു. Xന്റെ 4/9 ആണ് 160. അപ്പൊ ആകെ X പേജ് കാണാൻ 4/9 അപ്പുറത്ത് പോയി 9/4 ആവും. നമുക്ക് പറയാം 360. ഇനി ഇത് ഓപ്ഷനീന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. 360 പേജാണ് എന്നിരിക്കട്ടെ, 360 പേജാണെന്നിരിക്കട്ടെ. അതിൻ്റെ 2/9 ഭാഗം അവൻ എവിടെ വായിച്ചു? ശനിയാഴ്ച വായിച്ചു. 360ന്റെ 2/9 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 80. ഇനി 360 ആകെ. അതിൻ്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. 360ന്റെ 1/3 എന്ന് പറയുന്നത് 120. അപ്പൊ ശനി 80, ഞായർ 120. അപ്പൊ തന്നെ 200 പേജായി. 360ൽ 200 പേജ് ശനിയും ഞായറുമായിട്ട് വായിച്ചു. ബാക്കി തിങ്കളാഴ്ച വായിക്കാൻ 360ൽ നിന്ന് 200 പോയിട്ട് ബാക്കി 160 പേജുകളുണ്ട്. 160 അല്ലേ ഇവിടെയും വന്നേ. ഇങ്ങനെയും ചിന്തിക്കാം. പക്ഷെ ചോദ്യം ക്യാൻസലാണ്. ബാക്കിയുള്ളത് എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കാനേ പറ്റില്ല. അടുത്ത ചോദ്യം, 1/2% പകുതിയുടെ ദശാംശ രൂപം എഴുതുക എന്നതാണ് ചോദ്യം. ചില ആളുകൾ ഒറ്റയടിക്ക് 1/2% പകുതിയൊക്കെ എഴുതാറുണ്ട്. അതായത് 12.5 പകുതി എന്ന് എഴുതി 6.25 എന്ന് പറയുമ്പോൾ 6.25 എന്ന് പറയുമ്പോൾ 6.25 എന്നൊക്കെ എഴുതാറുണ്ട്. മനസ്സിലായോ? പക്ഷെ ഇവിടെ ശതമാനമാ പറയുന്നത്. 1/2% പകുതിയുടെ ദശാംശ രൂപം കാണുക എന്നതാണ് ചോദ്യം. മക്കളെ, പെർസെൻറ്റേജിനെ ഡെസിമൽസിലേക്ക് മാറ്റാൻ, ദശാംശത്തിലേക്ക് മാറ്റാൻ ഓർത്തു വെച്ചോളുക, 100 കൊണ്ട് ഹരിക്കണം. ശതമാനത്തെ ദശാംശത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. ശതമാനത്തെ ദശാംശത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. മറന്നു പോകരുത്. ശതമാനത്തെ ദശാംശത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. ഇവിടെ മക്കളെ 12.5%. ഇതും നമുക്ക് ഈ ശതമാനത്തെ ഒന്ന് മാറ്റിയാലോ. 12.5 പകുതി, 12% പകുതി എന്ന് പറയുമ്പോൾ 6.25%. ആലോചിച്ച് നോക്ക്. ഇങ്ങനെ എടുക്കാം. ചിലരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 12.5 പകുതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മിക്സഡൊക്കെ മാറ്റി 25/2 എഴുതും. എന്നിട്ട് അതിനെ വീണ്ടും അതിൻ്റെ പകുതി ഇങ്ങനെ എഴുതും. എങ്ങനെ വേണം ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. അപ്പോൾ 12% പകുതി, 12.5 പകുതി എന്ന് പറയുമ്പോൾ 6.25%. ഈ 6.25 ഞാൻ മിക്സഡ് ഒന്ന് മാറ്റിയാൽ ഇങ്ങനെ ഇരിക്കും. 6 4 24, 24 1 25/4 എന്ന് ഇങ്ങനെ എഴുതും അല്ലേ? 25/4 എന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ ആണോ? ഇനി ഇതാണ് 6.25% എന്ന് പറയുന്നത്. ഇനി അവരെ ദശാംശത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. മക്കളെ, 100 കൊണ്ട് ഹരിക്കാന്ന് പറയുമ്പോൾ ഇതിന്റെ ഛേദത്തിൽ ഒരു 100 കൊടുത്താൽ മതി. കാര്യം ബൈ ഡിവിഷൻ 100 എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞു വന്ന് ബൈ അടിയിൽ പോവും. അപ്പോ ഇത് വെട്ടണം. 25 25 4 100. 1/16 വരും. 1/16 നമ്മൾ മാറ്റുമ്പോൾ 1നെ 16 കൊണ്ട് പോയിന്റ് ഇട്ടു. ഇത് 10 ആയി. 10 ഇല്ല, അതുകൊണ്ട് മേളിൽ വീണ്ടും 0 ഇട്ടു. 100 ആയി. 6 96 വന്നു. വീണ്ടും 4 0. അപ്പൊ എത്ര വന്നു? ഇത് വരുമ്പോഴത്തേക്കിന് 2 32, ബാക്കി 8 0 5. നമുക്ക് പറയാം 0.0625 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നും കൂടെ പറയും.
12.5% പകുതിയുടെ ദശാംശ രൂപം കാണണം. മക്കളെ 12.5% പകുതി എന്ന് പറയുമ്പോൾ 12.5, 12.5യുടെ പകുതി, 12ന്റെ പകുതി 6, അരയുടെ പകുതി 4, 6.25%. 6.25%ത്തെ മാറ്റുമ്പോൾ 6 4 24, 24 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 25/4%. മക്കളെ പെർസെൻറ്റേജിനെ ദശാംശത്തിലേക്ക് മാറ്റാൻ അടിയിൽ ഒരു 100 കൊടുക്കണം. 100 കൊണ്ട് ഹരിക്കണം. അടിയിൽ ഹരിക്കുന്നതിന് പകരം 100 എഴുതി. കാര്യം ബൈ 100 ഇട്ടാലും തിരിഞ്ഞു വരും. അപ്പോൾ ഇത് വെട്ടുമ്പോൾ 1, ഇത് 4, 1/16 വരും. മക്കളെ 1നെ 16 കൊണ്ട് ഭാഗിക്കുമ്പോൾ പോയിന്റ് ഇട്ടു. കാര്യം 1 16ലും ചെറുതാ, 0 കൊടുത്തു. 10 16ലും ചെറുതാ, അപ്പം മേളിൽ ഒരു 0 കൊടുത്ത് അടുത്ത 0 ഇവിടെ കൊടുത്തു. 16 96, ബാക്കി 44, 0 കൊടുത്തു. 16 2 32, ബാക്കി 8, 0 കൊടുത്തു. 16 5 80, 0.0625 ആണ് ഉത്തരം, ഓപ്ഷൻ എ. ഇനി ചില ആളുകൾ ഇത്രയൊന്നും എഴുതാതെ ഇങ്ങനെ എഴുതുന്നവരുണ്ട്. 12.5% എന്ന് പറയുമ്പോൾ 12.5, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6.25%, ഇങ്ങനെ എടുക്കുന്നവരുമുണ്ട്. 12.5യുടെ പകുതി 6.25, 6.25 എന്ന് പറഞ്ഞാൽ 6.25%, കാലെന്ന് പറഞ്ഞാൽ 0.25. ഒന്നുകൂടെ 12.5, 12.5%, അര എന്ന് പറഞ്ഞാൽ 0.5. 12.5യുടെ പകുതി, 12ന്റെ പകുതി 6, 0.5ന്റെ പകുതി 0.25, 6.25, 6.25 എന്ന് പറഞ്ഞാൽ 6.25%. മക്കളെ ശതമാനത്തെ ദശാംശത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. 6.25നെ ദശാംശത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. മക്കളെ ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ എവിടെയാണോ 0 പോയിന്റ് ഉള്ളത് 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. പോയിന്റില്ലേ ഇവിടുന്ന് 2 സ്ഥാനം മാറണം. ഇവിടെ ഇപ്പം നോർമലി പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് 2 സ്ഥാനം പുറകോട്ട് മാറ്റണം. 1 സ്ഥാനം ആയപ്പോൾ തന്നെ ഇവിടെ വരും. 1 സ്ഥാനം കൂടെ ഇല്ലാത്തതുകൊണ്ട് 0 കൊടുത്ത് 0.0625 എന്ന് നമുക്ക് ഇങ്ങനെ വേണേലും ചിന്തിക്കാം. ഞാൻ പറയല്ലോ പല രീതിയിൽ ചിന്തിക്കും. ഇതല്ല വേറെ രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ രീതി ചെയ്യും. അടുത്ത ചോദ്യം 9/0.9 ഇൻറ്റു 9/0.9 ആണ് ചോദ്യം. മക്കളെ ഇങ്ങനെ ഒരു ചോദ്യം വന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോർമൽ ഈ സംഖ്യയായിട്ട് എടുക്കുക. നോർമൽ 9/9 ഇൻറ്റു 9/9. ഇതിൻ്റെ ഇടയിൽ പ്ലസ്സോ മൈനസോ ഒന്നും പാടില്ല. ജസ്റ്റ് ഇൻറ്റു ഡിവിഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവരെ നോർമൽ സംഖ്യയായിട്ട് അങ്ങ് എടുക്കുക. ഇത് 9 നോർമൽ സംഖ്യയായി എടുത്തു. 0.9 ഒരു നോർമൽ സംഖ്യ ആക്കുമ്പോൾ 9 എടുത്തു. ഇൻറ്റു 9 ഒരു നോർമൽ സംഖ്യ എടുത്തു 0.9. മക്കളെ മോളിൽ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമൊന്നുമില്ല. ഇവിടെ താഴെ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമൊന്നുമില്ല, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. മേളത്തുകാർ പാവങ്ങളാ, 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്, അവർക്ക് ഉണ്ട്. അതുകൊണ്ട് മേളിൽ ഒരു 100 കൊണ്ട് ഗുണിക്കണം. കണക്കിലായാലും ജീവിതത്തിലായാലും കുറവ് എവിടാണോ അവിടെ കൊടുക്കണം. മോളിൽ 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്. വലുതും ചെറുതും നോക്കണ്ട, 2 സ്ഥാനം അവർക്ക് കുറവാ, അതുകൊണ്ട് 100. 1 സ്ഥാനത്തിന്റെ കുറവാണ് 10, 3 സ്ഥാനത്തിന്റെ കുറവാണ് 1000. അപ്പൊ ഈ 9 ഈ 9 പോയി, ഈ 9 പോയി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 100. ഓക്കെ, ഒന്നുകൂടെ നമ്മള് പോയിന്റ് മാറ്റി എഴുതി. 9 പോയിന്റ് മാറ്റി എഴുതുമ്പോൾ 9 ഇൻറ്റു 9 പോയിന്റ് മാറ്റി എഴുതുമ്പോൾ 9. മക്കളെ മുകളിൽ പോയിന്റ് കഴിഞ്ഞ് ദശാംശ സ്ഥാനങ്ങളൊന്നുമില്ല, 0. താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളുണ്ട്.
മോളിൽ സ്ഥാനമൊന്നുമില്ല, താഴെ 1 2 സ്ഥാനം. താഴത്തുകാർക്ക് 2 സ്ഥാനം, മോളത്തുകാർക്ക് 0. മേളത്തുകാർക്ക് 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്, കുറവുള്ളവർക്ക് കൊടുക്കണം. മേളിൽ 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് മേളിൽ 100 എന്ന് എഴുതി. 9 ക്യാൻസൽ, 9 ക്യാൻസൽ, 100 മാത്രം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 100. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. മക്കളെ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളെ ഞാൻ 5 വര കൊണ്ട് മാർക്ക് ചെയ്തു. ഇതാണ് തുടർച്ചയായ 5 ഇരട്ട സംഖ്യ. ഇവരുടെ ശരാശരി നമ്മളോട് പറയുന്നു 60. മക്കളെ, ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ അവരുടെ ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊതുവ്യത്യാസം ഒരുപോലെ വരുന്ന സംഖ്യകളാണെങ്കിൽ അവരുടെ ശരാശരി, ഇരട്ട, ഒറ്റ, എണ്ണൽ സംഖ്യകള്, ഗുണിതങ്ങള്, ഇങ്ങനെ ഒരേ ഗ്യാപ്പ് ആണെങ്കിൽ അവരുടെ ശരാശരി നടുക്ക് വരുന്നത്, ശരാശരി 60. ഇപ്പൊ ഈ 5 പേരുടെ ഇരട്ട സംഖ്യ ഒരേ ഗ്യാപ്പാ, 2 വീതം കൂടി കൂടി പോകുന്നവരാ, നടുക്ക് വരുന്ന സംഖ്യയാണ് ശരാശരി. മൂന്നാമത്തെ സംഖ്യ 5 പേർക്ക്, അതാണ് 60. അപ്പൊ ഇത് 60 കഴിഞ്ഞു വരുന്ന ഇരട്ട സംഖ്യ 62. ഇത് 62 കഴിഞ്ഞു വരുന്ന ഇരട്ട സംഖ്യ 64. ഇത് 58. ഇത് 56. നമ്മളോട് ചോദിച്ചേക്കുന്നു ചെറിയ സംഖ്യ. ഓപ്ഷൻ എ 56. സിമ്പിൾ. ഒന്നുകൂടെ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളെ 1 2 3 4 5, ഇതാണ് 5 ഇരട്ട സംഖ്യ. അവരുടെ ശരാശരി 60. അപ്പോഴേ ഉറപ്പിച്ചോണം, ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണ് ഇരട്ട, ഒറ്റ, 2 വീതം കൂടി കൂടിയാ പോകുന്നത്. എണ്ണൽ സംഖ്യ 1 വീതം. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ അവരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കത്തെ സംഖ്യ. ഇരട്ട സംഖ്യയാണ്, അവരുടെ ശരാശരി എന്ന് പറയുമ്പോൾ നടുക്കത്തെ സംഖ്യ. 5 പേരുടെ നടുക്കാണ് ശരാശരി വരുന്നത്. അത് നമ്മൾക്കറിയാം, ശരാശരി 60. 5 പേര് മൂന്നാമത്തെ സംഖ്യ 60. ഇത് 60-ന് മുമ്പത്തെ ഇരട്ട സംഖ്യ, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 60-ന് മുമ്പത്തെ ഇരട്ട സംഖ്യ 58. ഇത് 56. ഇത് 62. ഇത് 64. വലുത് ചോദിച്ചാൽ 64, ചെറുത് ചോദിച്ചാൽ 56. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 56. സിമ്പിൾ. മക്കളെ, നമ്മുടെ ശരാശരിയുടെ പാർട്ട് 2-ൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നും നടുക്ക് വരാത്ത കേസ് എന്ത് ചെയ്യും, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ശരാശരി പാർട്ട് 2-ൽ. ഇതിന് വേറെ ഒരു എളുപ്പവഴിയും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല. ശരാശരി പാർട്ട് 2-ൽ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156. അംശബന്ധം 5:7 എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ് എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ ഇങ്ങോട്ട് നോക്കുക. ഒരു കുട്ടിയുമുണ്ട്, പിതാവുമുണ്ട്. മക്കളെ നോക്കണം, ഇത് കുട്ടിയാണെന്നിരിക്കുന്നത്, ചൈൽഡ്. ഇത് ഫാദർ. അവരുടെ വയസ്സിന്റെ തുക 156. അവരുടെ വയസ്സ് കൂട്ടുമ്പോൾ 156. അവരുടെ വയസ്സിന്റെ അംശബന്ധം മക്കളെ 5:7. വയസ്സിന്റെ അംശബന്ധം 5:7. ഈ 5:7 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? മൊത്തം 5 7 12 ഭാഗം. അതിൽ 5 ഭാഗം കുട്ടി, 7 ഭാഗം അച്ഛൻ. അവരുടെ വയസ്സുകളുടെ തുക 156. പെട്ടെന്ന് ചെയ്യാനാ പറയുന്നത്. അപ്പൊ 12 ഭാഗമാം വയസ്സുകളുടെ തുക. കാര്യം 5 ഭാഗം കുട്ടി, 7 ഭാഗം അച്ഛൻ. മൊത്തം 12 ഭാഗം അവർ രണ്ടുപേരും. അത് നമുക്ക് മനസ്സിലായി 156. 12 ഭാഗം 156 ആണ്. 1 ഭാഗം 156/12 നമുക്ക് പറയാൻ കഴിയും 13. 1 ഭാഗം 13.
ഇനി ഇവിടുന്ന് എന്തും ചെയ്യാം. നിന്നോട് ചോദിക്കുക കുട്ടിയുടെ വയസ്സ് എത്ര? എടാ കുട്ടിക്ക് 13. അപ്പൊ കുട്ടിക്ക് എന്തായാലും നമുക്കറിയാം കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് 5 ഭാഗമാണ്. 1 ഭാഗം 13 5 ഭാഗം 65. നല്ല രസമുണ്ട്, 65 വയസ്സുള്ള കുട്ടി. ഓക്കെ, ഇനി 7 ഭാഗം അച്ഛൻ്റെ വയസ്സ്. 1 ഭാഗം 13 7 ഭാഗം 7 ഗുണം 13 എന്ന് പറയുന്നത് 91 അച്ഛൻ്റെ വയസ്സ്. ഓക്കെ ആണ്, ഇങ്ങനെ ചിന്തിക്കാം. ഇനി നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചേ? പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? മക്കളെ, കൂടുതലെന്നോ കുറവെന്നോ കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. പിതാവിൻ്റെ വയസ്സും കുട്ടിയുടെ വയസ്സും തമ്മിൽ ഉള്ള വ്യത്യാസം കൂടുതൽ എത്രയാണ്? വ്യത്യാസം നമുക്കറിയാം. കുട്ടിക്ക് 5 ഭാഗം, അച്ഛൻ 7 ഭാഗം, 2 ഭാഗമാണ് വ്യത്യാസം. 1 ഭാഗം 13 2 ഭാഗം 2 ഗുണം 13 26. അപ്പൊ എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി 26 ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഈ ചോദ്യം ഒന്ന് പെട്ടെന്ന് ചെയ്യാം. ഒന്നുകൂടെ ഇതാ പെട്ടെന്ന് ചെയ്യാൻ. കുട്ടിയുടെ വയസ്സ് 5 ഭാഗം, അച്ഛൻ്റെ വയസ്സ് 7 ഭാഗം. ഇവരുടെ വയസ്സുകളുടെ തുക 156. അപ്പോഴേ ഓർത്തോണം 5ഉം 7 കൂട്ടി 12 ഭാഗമാണ് ഇവരുടെ ആകെ വയസ്സ്. അത് ക്വസ്റ്റ്യനിൽ പറയുന്നു 156. 12 ഭാഗം 156 ആണ്. 1 ഭാഗം 156/12 13. 1 ഭാഗം 13 അച്ഛന് 7 ഭാഗം 7 13 91. മോന് 5 ഭാഗം 5 13 65. നമ്മളോട് ചോദിച്ചേക്കുന്നു പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? പിതാവും കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം കൂടുതലെന്ന് പറഞ്ഞ വ്യത്യാസം കുട്ടിക്ക് 5 അച്ഛന് 7 2 ഭാഗം. 1 ഭാഗം 13 2 ഭാഗം 13 ഗുണം 2 നമുക്ക് പറയാം 26. ഇനി ചില ആളുകൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാതെ എക്സ് വെച്ച് ചെയ്യാനായിരിക്കും ഇഷ്ടം. ഞാൻ എക്സ് വെച്ചുകൂടെ കാണിക്കാം പെട്ടെന്ന്. ഇത് അച്ഛൻ, ഇത് കുട്ടിയുടെ അവരുടെ വയസ്സിന്റെ അംശം എന്താ? 5:7. അപ്പൊ കുട്ടിയുടെ വയസ്സ് 5x, അച്ഛൻ്റെ ഒറിജിനൽ വയസ്സ് 7x. അവരുടെ വയസ്സുകളുടെ തുക 156. അതായത് 5x 7x കൂടെ കൂട്ടി 12x ആണ് 156. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 156/12 13 എന്ന് പറയാം. എക്സ് 13. അങ്ങനെയാണ് കുട്ടി 5x 5 ഗുണം 13 65. മോൻ 7x അച്ഛൻ 7x 7 ഗുണം 13 91. ഇവര് തമ്മിലുള്ള വ്യത്യാസം 26. അല്ലെ, ഇവര് തമ്മിലുള്ള വ്യത്യാസം 5x 7x. ഇവര് തമ്മിലുള്ള വ്യത്യാസം 2x. കാര്യം അച്ഛന് 7x മോൻ 5x. എത്ര കൂടുതലാണ്? 2x. എത്ര കുറവാണ്? 2x. 1x 13 2x 2 ഗുണം 13 26. എങ്ങനെ വേണേ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എല്ലാ മെത്തേഡും പറഞ്ഞു എന്നേ ഉള്ളൂ. ബെറ്റർ നിങ്ങൾ മറ്റേതും ഞാൻ അതേ ഇതിനകത്തൊരു എക്സ് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. മറ്റേതും ചെയ്യാം, ഇതും ചെയ്യാം. നിങ്ങളുടെ സൗകര്യം ആ സമയത്ത് എന്ത് നിങ്ങൾ ചിന്തിക്കുന്നോ അത്. അടുത്ത ചോദ്യത്തിലോട്ട്. വീട്ടിൽ നിന്നും രാമു 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും. എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ് എന്നതാണ് ചോദ്യം. മക്കളെ, നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒരുപാട് നമ്മൾ ചെയ്ത ചോദ്യമാണ്. പാർട്ട് 6-ലോ 5-ലോ ഇതേ കൂട്ട് ഒരുപാട് ചോദ്യം, സെയിം പാറ്റേണിലുള്ള ഇഷ്ടം പോലെ ചോദ്യമുണ്ട്. അതായത് വീട്ടിൽ നിന്ന് രാമു 3 km വേഗതയിൽ സഞ്ചരിച്ചാൽ 25 മിനിറ്റ് വൈകും. അപ്പം 3-ൽ പോവാണ് വീട്ടിൽ നിന്ന് സ്കൂൾ വരെ 25 മിനിറ്റ് വൈകും. 3-ൽ പോവാണ്. അപ്പം രാമു എന്ത് ചെയ്തു? 4 km 4-ൽ പോയി, 4 വേഗതയിൽ നടന്നു പോയി. അപ്പൊ 15 മിനിറ്റ് ഇവൻ നേരത്തെ എത്തും. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് സ്കൂൾ വരെയുള്ള അകലം എത്രയാണ്? മക്കളെ, ഇവിടെ ഒരേ ദൂരമാണ്.
ഇവിടെ ആകെ പറയുന്ന ദൂരം വീട്ടിൽ നിന്ന് സ്കൂൾ വരെ മാത്രം. ആലോചിച്ച് നോക്ക്. ഒരേ ദൂരം ഇവിടെ 2 സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്. ഒരു ദിവസം 3 പോകുന്നു, ഇപ്പൊ വൈകിപ്പോയി. ഒരു ദിവസം 4 പോകുന്നു. മക്കളെ, ഒരേ ദൂരം 2 വേഗതകളിൽ സഞ്ചരിച്ചാൽ അവിടുത്തെ ദൂരം കാണാൻ, ഇതൊന്ന് പഠിച്ചു വെച്ചോണം. റേഷ്യോ എടുത്തൊക്കെ ചെയ്യാത്, പക്ഷെ റേഷ്യോ ഞാൻ മൊത്തം പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവിടുത്തെ ദൂരം കാണാൻ S1S2 by S1 minus S2 into time difference. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒരു LD തൊട്ടൊക്കെ പഠിക്കുന്നവര് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ആയിരിക്കും ഇത്. എവിടെ യൂസ് ചെയ്യുന്നു? ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ദൂരം കാണാൻ S1S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടൈം ഡിഫറൻസ്. അതായത് സ്പീഡ് 2 കൂടെ ഗുണിക്കുക, സ്പീഡ് 2 കൂടെ കുറയ്ക്കുക, സമയ വ്യത്യാസമായിട്ട് ഗുണിക്കുക. S1S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടൈം ഡിഫറൻസ്. ഒന്നുകൂടെ എപ്പോൾ ഉപയോഗിക്കുന്നതാ? ഇവിടെ തന്നെ നോക്ക. രാമു വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 3 രാമു വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 4 പോയ ദൂരം വീടിന്ന് സ്കൂൾ വരെ ഒരേ ദൂരം 3 പോയി 4 പോയി. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ അവിടുത്തെ ദൂരം കാണാൻ S1S2 by S1 minus S2 into time difference. S1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡ് 3 ഇൻറ്റു S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീഡ് 4 ഡിവൈഡഡ് ബൈ, കാര്യം ആദ്യം 3 പോയി പിന്നെ 4 പോയി. ഇനി S1 മൈനസ് S2, 3 4 പോയി. നെഗറ്റീവ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് വ്യത്യാസം. 3 4 തമ്മിലുള്ള വ്യത്യാസം 1 ഇൻറ്റു ടൈം ഡിഫറൻസ്. മക്കളെ, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സമയ വ്യത്യാസം. ഒന്ന് 25 മിനിറ്റ് വൈകും, ഒന്ന് 15 മിനിറ്റ് നേരത്തെ എത്തും. മക്കളെ, വൈകും നേരത്തെ എത്തും, വൈകും നേരത്തെ, ഒന്ന് ലേറ്റും ഒന്ന് ഏർലിയുമാണ്. ഇങ്ങനെ പറയുന്ന കേസിൽ ഇവിടുത്തെ സമയ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കൂട്ടി വെക്കുക. 25ഉം 15ഉം കൂടെ കൂട്ടി ഇവിടുത്തെ സമയ വ്യത്യാസം എന്ന് പറയുന്നത് 40 മിനിറ്റ് ആണ്. അപ്പൊ 10 മിനിറ്റ് നേരത്തെ 10 മിനിറ്റ് താമസിച്ചു, ഇവിടുത്തെ സമയ വ്യത്യാസം 20 മിനിറ്റ്. 5 മിനിറ്റ് നേരത്തെ 5 മിനിറ്റ് താമസിച്ചു, ഇവിടുത്തെ സമയ വ്യത്യാസം 5 5 കൂടെ കൂട്ടി 10 മിനിറ്റ്. 7 മിനിറ്റ് നേരത്തെ 5 മിനിറ്റ് താമസിച്ചു, ഇവിടുത്തെ സമയ വ്യത്യാസം 7 5 കൂടെ കൂട്ടി 12 മിനിറ്റ്. അതേപോലെ 25 മിനിറ്റ് താമസിച്ചു, 15 മിനിറ്റ് നേരത്തെ, 15ഉം 25ഉം കൂടെ കൂട്ടി 40 മിനിറ്റ്. കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നൊരു സംശയം വരും. എടാ മക്കളെ, 10 മണിക്കാണ് ഈ രാമു എന്ന് പറയുന്നവന് സ്കൂളിൽ എത്തണ്ടേ. അവൻ 25 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞാൽ അവൻ എത്തുന്നത് 10:25 എത്തുന്നത്. ഇനി 25 മിനിറ്റ് 15 മിനിറ്റ് നേരത്തെ എത്താന്ന് പറഞ്ഞാൽ അവൻ എത്തുന്നത് 9:45. കാര്യം 10 മണിക്കാണ് എത്തണ്ടേ, 15 മിനിറ്റ് നേരത്തെ, 9:45. ഈ 9:45ഉം 10:25ഉം തമ്മിലുള്ള വ്യത്യാസമാണ് സമയ ഡിഫറൻസ്. അത് 40 മിനിറ്റാണ്. നിങ്ങൾ വേണേൽ എടുത്ത് നോക്ക്. 9:55, 15, 11, 10, 15, 10, 25, 40 മിനിറ്റ്. അതുകൊണ്ടാണ് ഒന്ന് താമസിച്ചു ഒന്ന് നേരത്തെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി വെക്കുന്നത്. ഓക്കെ. ഇനി ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഇത് കിലോമീറ്റർ പെർ അവർ ആണ്, ഇതും കിലോമീറ്റർ പെർ അവർ ആണ്. ഇപ്പൊ ദൂരം കിലോമീറ്റർ, സമയം മണിക്കൂറിലുമാണ്. ഈ വ്യത്യാസവും കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ നമുക്ക് തരുന്ന സമയം ഉറപ്പായിട്ടും മണിക്കൂറിലായിരിക്കണം. കാര്യം കിലോമീറ്റർ പെർ അവറിലാണ് സ്പീഡ്. ദൂരം കിലോമീറ്റർ കിട്ടും, സമയം മണിക്കൂറിലായിരിക്കണം. പക്ഷെ ഇത് മിനിറ്റാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാൻ ഭൂരിഭാഗവും കണ്ടിട്ടുള്ള മിനിറ്റിലാണ്. ഇത് 40 മിനിറ്റാണ്. കാര്യം 25 മിനിറ്റ് വൈകും, 15 മിനിറ്റ് നേരത്തെ. അപ്പൊ സമയ വ്യത്യാസം 25ഉം 15ഉം കൂടെ കൂട്ടി 40 മിനിറ്റ്. ഇത് മിനിറ്റാണ്. മക്കളെ, അവനെ മണിക്കൂറാക്കാൻ ഒരു /16 കൂടെ ഇവിടെ കൊടുക്കണം. കാര്യം ഇത് മാത്രം മിനിറ്റാണ്, മണിക്കൂറാക്കാൻ ഒരു /6. കാര്യം കിലോമീറ്റർ പെർ അവർ നമുക്ക് മണിക്കൂറിലാണ്, ഇത് മിനിറ്റാണ്. അതുകൊണ്ട് ഒരു /60.
കാര്യം മിനിറ്റിനെ മണിക്കൂറാക്കാൻ ബൈ 60 കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ഇത് പോയി പിന്നെ 3 6 നമുക്ക് 3 വെച്ച് വെട്ടാം. 1 3 3 2 3 6 1 2 2 2 2 4 2 4 കൂടെ ഗുണിച്ച് നമുക്ക് പറയാം നമ്മുടെ ഉത്തരം 8 കിലോമീറ്റർ. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, രാമു 3 കിലോമീറ്റർ വേഗതയിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, 25 മിനിറ്റ് ലേറ്റായി. 4 കിലോമീറ്റർ വേഗതയിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, 15 മിനിറ്റ് നേരത്തെ വന്നു. മക്കളെ, ഇവിടെ രാമു പോയത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നു. ഒന്ന് 3-ലും ഒന്ന് 4-ലും. നിർബന്ധമായും പഠിക്കണം. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ അവിടുത്തെ ദൂരം കാണാൻ മക്കളെ S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടൈം ഡിഫറൻസ്. അപ്പൊ S1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ സ്പീഡ് 3 ഗുണം S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് 4 ബൈ 3ഉം 4 കൂടെ കുറയ്ക്കണം. ചെറുതീന്ന് വലുത് നെഗറ്റീവ് ഒന്നും നിങ്ങൾ നോക്കണ്ട. 3 മൈനസ് 4 ഇവ ജസ്റ്റ് വ്യത്യാസം. 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 1 ഇൻറ്റു സമയ വ്യത്യാസം. 25 മിനിറ്റ് ലേറ്റ്, 15 മിനിറ്റ് നേരത്തെ, 1 താമസിച്ചു 1 നേരത്തെ. ഇങ്ങനെ വരുവാണ് സമയ വ്യത്യാസം. ഇത് രണ്ടും കൂടെ കൂട്ടി വെക്കണം. 25ഉം 15ഉം കൂടെ കൂട്ടി 40 മിനിറ്റ് ആണ് മക്കളെ ഇവിടുത്തെ സമയ വ്യത്യാസം. സ്പീഡ് കിലോമീറ്റർ പെർ അവർ. ഇതെല്ലാം അപ്പോഴേ ഓർത്തോണം, ദൂരം കിലോമീറ്ററിലും സമയം മണിക്കൂറിലുമാ. പക്ഷെ ഇത് മാത്രം മിനിറ്റാ. അവനെ മണിക്കൂറിലാക്കാൻ ഒരടിയിൽ ഒരു 60 കൂടെ കൊടുത്തോളൂ. ഈ 0 പോയി. 1 3 3 2 3 6 2 4 കൂടെ വെട്ടിയ മേളി 2 4 2 നമ്മുടെ ഉത്തരം 8. ഓപ്ഷൻ സി. സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ്, ബാക്കി കുറേയധികം നമ്മുടെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്ത് പ്ലേലിസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വലിയ പുതുമയൊന്നുമല്ല. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ഡൗട്ടൊക്കെ തോന്നും, ഇതിൽ രണ്ടും നേരത്തെ ആണെങ്കിൽ, രണ്ടും താമസിച്ചാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാമെന്നൊക്കെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ മോഡലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സമയമുള്ളവർ കാണുക. എപ്പോഴും ഒരു പ്ലേലിസ്റ്റ് എടുത്ത് ആ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബേസ് നല്ല രീതിയിൽ അങ്ങ് കയറിക്കോളും. അടുത്ത ചോദ്യം ഇതാ. 5821 എത്ര നൂറുകളുണ്ട് എന്നതാണ് ചോദ്യം. ക്യാൻസൽ ആവാൻ നല്ല സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഇത്. 2 രീതിയിൽ എടുക്കാം മക്കളെ. ഇവിടെ ഒറ്റയുടെ സ്ഥാനം 1, 10ന്റെ സ്ഥാനം 2, 100ന്റെ സ്ഥാനം 8, 1000ന്റെ സ്ഥാനം 58, സോറി 5. അപ്പോൾ 5821 എത്ര നൂറുകളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 8 നൂറുകളുണ്ട്. സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇവിടെയും ആ ചോദ്യത്തിനൊരു വ്യക്തതയില്ല. ഇത് ഒറ്റ, ഇത് 10, ഇത് 100, ഇത് 1000. എത്ര നൂറുകളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 8 നൂറുകളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒറ്റ 10 100 8 നൂറുകളുണ്ടെന്ന് പറയേണ്ടി വരും. ഓക്കെ ആണോ? സിമ്പിളാണ്. 8 100. ഓപ്ഷൻ സി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം പൊതുവെ ഞാൻ ഈ സ്ഥാനം വെച്ചിട്ടാണ് ഉത്തരങ്ങൾ കാണാറുള്ളത്. ഞാനിത് നേരത്തെയും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും സ്ഥാനം തന്നെയാണ് ഓപ്ഷനിൽ ഉത്തരവായിട്ടും ഒക്കെ കൊടുത്തത്. പക്ഷെ ഈ ചോദ്യത്തെ നിങ്ങളിൽ ഒരാൾ തിരിച്ചു ചോദിക്കുകയാണ്, 5821 എത്ര നൂറുണ്ടെന്നല്ലേ ചോദിച്ചേ. 5821 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 58 പോയിന്റ് സംതിങ് കിട്ടും. അപ്പൊ എന്തായാലും 58 100 അതിനകത്ത്. കാര്യം 100 58 പ്രാവശ്യം കൊണ്ട് 5800 വന്നു. 58 100 എന്ന് പറഞ്ഞ് ഓപ്ഷൻ ഡിയിൽ വേണേ പോയി ടിക്ക് ചെയ്താലും അവർ തിരിച്ചു ചോദിച്ചാലും നമുക്കൊന്നും പറയാനില്ല. അല്ലെ ഏതെങ്കിലും ഒരു ഓപ്ഷനെങ്കിലും കട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ 1000 എത്ര 100 എന്ന് ചോദിച്ചാൽ 10 100, 500 എത്ര 100 5 100 എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ 10,000 എത്ര 100 10,000/100 100 100 എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. ഇപ്പം 2 രീതിയിൽ ഇതിൻ്റെ ഉത്തരവെടുക്കാം. ഇപ്പോൾ കൃത്യമായൊരു വ്യക്തത ഉണ്ടാവണം.
മിക്കവാറും കീല് 8 ആവാനാണ് സാധ്യത. കാര്യം ഇതിന് മുമ്പിലും ഈ ചോദ്യം വന്നപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് എടുത്തത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻ മിക്കവാറും ക്യാൻസൽ ആവും. രണ്ടിന്റെ ആൻസർ ഒന്നുകൂടെ പറയുന്നു. 5821 എത്ര നൂറുണ്ട്? ഇത് ഒറ്റയുടെ സാധനം, ഇത് 10ന്റെ സാധനം, ഇത് 100ന്റെ സാധനം. അപ്പൊ എത്ര നൂറുണ്ടെന്ന് ചോദിച്ചാൽ 8 നൂറുണ്ട് എന്ന് എടുക്കാം. ഇനി അതല്ല എത്ര നൂറുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് 58 100 ഉണ്ട് എന്ന് പറഞ്ഞാലും അതിശയപ്പെടാനില്ല. മനസ്സിലായോ? മിക്കവാറും ക്യാൻസൽ ആവും. 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ, ഒരു വാച്ചിന്റെ ടാഗിലുള്ള വില 2500, അതായത് പരസ്യ വിലയാണ് 2500, MRP, മാർക്കറ്റ് പ്രൈസ്. ഈ വിലയുള്ള വാച്ച് എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ട് കൊടുത്ത് 20% വിറ്റു. അപ്പൊ 20% ലാഭം കിട്ടി. എങ്കിൽ ആ വാച്ചിന്റെ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട് 7 ഞാനിത് 3 രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കുറെ പേർക്ക് അറിയാം. ആദ്യം പരസ്യ വിലയിൽ നിന്ന് വിറ്റ വില കണ്ടുപിടിക്കും, എന്നിട്ട് ആ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കാണും, ഒരു രീതി. ഇനി അതല്ല, പരസ്യ വില വിറ്റ വില ഇക്വേറ്റ് ചെയ്യും. പരസ്യ വിലയുടെ 90% വാങ്ങിയ വിലയുടെ 20%, 120% സെയിം ആണെന്നുള്ള രീതിയിൽ എടുക്കാം. ഇനി ഇതല്ലാതെ നമ്മൾ ഭൂരിഭാഗം ചോദ്യങ്ങളും ചെയ്യുന്നത് ഇതൊരു ഇക്വേഷൻ വെച്ചിട്ടാണ്. സാധാരണ പൊതുവെ നമ്മൾ ഇക്വേഷൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വളരെ കുറവാണ്. പക്ഷെ പരസ്യ വില തന്നു, പരസ്യ വില എന്ന് പറഞ്ഞാൽ MRP വില എന്ന് പറയുമ്പോൾ ആ പരസ്യ വില തന്നു വാങ്ങിയ വില കാണാൻ, അല്ലെ വാങ്ങിയ വില തന്നു പരസ്യ വില കാണാൻ, തിരിച്ചും മറിച്ചും വന്ന ചെയ്യാൻ ഇച്ചിരി ടൈറ്റാണ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. മാർക്കഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. പൊതുവെ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പറയാറില്ല, പക്ഷെ എല്ലാ മെത്തേഡിലും എളുപ്പം ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈസി ആയിട്ട് ഇങ്ങനെ പോരും. ഇതെവിടെ ഉപയോഗിക്കുന്നതാണ്? പരസ്യ വില തന്നു. പരസ്യ വില എന്ന് പറഞ്ഞാൽ ടാഗിലുള്ള ഒരു സാധനത്തിന്റെ ടാഗിലുള്ള MRP വില. പരസ്യ വില തന്നു, മാർക്കറ്റ് പ്രൈസ്. പരസ്യ വില തന്നു, വാങ്ങിയ വില കാണണം. ഇനി വാങ്ങിയ വില തന്നു, പരസ്യ വില കാണണം. രണ്ടായാലും ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഇവിടെ പരസ്യ വില, വാച്ചിന്റെ ടാഗിലുള്ള വില നമുക്കറിയാം 2500 ബൈ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില അതാ കാണണ്ടേ, നമുക്കറിയില്ല, ഞാൻ അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ഈക്വൽ ടു 100 പ്ലസ് ലാഭശതമാനം, 100 ലാഭവും 20 ലാഭം, അതൂടെ കൂട്ടി 120 ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് 10, അത് നമുക്ക് 90. ക്വസ്റ്റ്യൻ മാർക്കിന് പകരം വാങ്ങിയ വില തന്നെ കൊടുക്കുക, അല്ലെ നമുക്ക് ഏതാന്നുള്ളൊരു ഡൗട്ട് വരും. കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് കോസ്റ്റ് പ്രൈസ്. ഈ സാധനം നേരെ എടുത്ത് ക്രോസ് ചെയ്താൽ നമുക്ക് ഉത്തരമാവും. അപ്പോ ഇവിടെയും നമ്മളെ ക്രോസ് ചെയ്യാനുള്ള മെത്തേഡ് എപ്പോഴും പറയാറുണ്ട്. 2 സൈഡിലുള്ളത് ഗുണിക്കണം, 1 സൈഡിലുള്ളത് ഹരിക്കണം. അപ്പൊ കോസ്റ്റ് പ്രൈസ് കാണാൻ ഇവിടെ 2 സൈഡ് എവിടെ ഉണ്ടോ അത് ഗുണിക്കുക. 2500 ഗുണം 90 ബൈ, ഇവിടെ 1 സൈഡ് മിസ്സിങ്, അതുകൊണ്ട് ആ സൈഡിലുള്ളവനെ എടുത്ത് താഴെ എഴുതി 120. ഈ പൂജ്യവും ഈ പൂജ്യവും പോയി. 3 വെച്ച് വെട്ടിയ 4 12. ഇനി 2500 4 കൂടെ വെട്ടിയ നമുക്ക് പറയാൻ കഴിയും 625. 625 ഗുണം 3 ആണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം സിമ്പിളായിട്ട് പറയാം 1875. സെറ്റാണ്. ഓപ്ഷൻ A ഈസ് അവർ ആൻസർ. ഒന്നും കൂടെ
2500 രൂപ വിലയുള്ള ഒരു വാച്ച് വെറുതെ ഒരു വില എന്ന് പറയുന്നു. അപ്പോഴേ നമ്മൾ ഈ ചോദ്യത്തിന്റെ ഒരു കിടപ്പ് കണ്ട് നമ്മൾ ഓർത്തോണം. 2500 രൂപ വിലയുള്ള വാച്ച്, ടാഗിലുള്ള MRP, അതായത് ഈ വാച്ചിന്റെ പരസ്യ വില 2500. 10% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റു. ഡിസ്കൗണ്ട് 10. 20% ലാഭം കിട്ടി. ലാഭം 20%. വാങ്ങിയ വില എത്ര മക്കളെ? പരസ്യ വില തന്നു, കോസ്റ്റ് പ്രൈസ്. വാങ്ങിയ വില കാണാൻ, വാങ്ങിയ വില തന്നു, പരസ്യ വില കാണാൻ നമ്മൾ എഴുതുന്നു മാർക്ക്ഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു, ഒരു 5-6 പ്രാവശ്യം കാണാതെ എഴുതി പഠിക്കണേ, 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം. ഇത് ഒരുപാടെടുത്ത് പ്രയോജനം ചെയ്യും. മാർക്ക്ഡ് പ്രൈസ്, ടാഗിലുള്ള പരസ്യ വില 2500 ബൈ കോസ്റ്റ് പ്രൈസ്, അറിയത്തില്ല, ക്വസ്റ്റ്യൻ മാർക്കോ കോസ്റ്റ് പ്രൈസ് എന്നോ കൊടുക്കാം, നിങ്ങളുടെ സൗകര്യം. 100 പ്ലസ് ലാഭ ശതമാനം 120 മൈനസ് 100 മൈനസ് ഡിസ്കൗണ്ടിന്റെ ശതമാനം, 100 ഡിസ്കൗണ്ട് 10, അത് പോകുമ്പോൾ 90. ഒന്നുകൂടെ സ്റ്റെപ്പ്, 100 പ്ലസ് ലാഭ ശതമാനം, ലാഭം 20, 100ഉം 20, 120. ഞാൻ വെറുതെ സ്റ്റെപ്പ് കൂട്ടിയില്ലെന്നേ ഉള്ളൂ. 100 മൈനസ് 10, 90. അപ്പൊ കോസ്റ്റ് പ്രൈസ് കാണാൻ ഇത് ക്രോസ് ചെയ്യണം. ഇവിടെ 2, 2500 ഗുണം 90 ബൈ ഇവിടെ 1, 120. ഇത് പോയി, ഇത് പോയി. 9ഉം 12ഉം 3 വെച്ച് വെട്ടിയായി. ഇത് 3, ഇത് 4. 2500 4ഉം വെട്ടണം. അതായത് 2500നെ 4 വെച്ച് ഹരിച്ചാൽ ഇത് 625. 625 ഗുണം 3. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, സോറി ഓപ്ഷൻ എ, 1875 സെറ്റ്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. കൃത്യമായി നിങ്ങൾ പഠിച്ചു മാറി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ജെറിൻ.